السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وهم يستريخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا وما للظالمين من أنصار. വേദിയിലുള്ള ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ കെ സജ്ജാദ്, MSMന്റെ സംസ്ഥാന ഭാരവാഹി സഹോദരൻ റാഫി ചെമ്പ്ര, വേദിയിലുള്ള മറ്റു വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെ പ്രൗഢമായ ഒരു സംഭാഷണത്തോടുകൂടെയാണ് ഈ സെഷന്റെ രണ്ടാമത്തെ ഭാഗം ആരംഭിച്ചത്. സുഹൃത്ത് അർഷദ് താനൂരിന്റെ മനോഹരമായ, അതോടൊപ്പം വൈജ്ഞാനികവും പ്രൗഢവുമായ ആ പ്രഭാഷണത്തിന്റെ സംസാരത്തിന്റെ തുടർച്ചയാണ് എനിക്ക് ഇവിടെ നിർവഹിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു കേട്ട ഒരു കഥ കൊണ്ട് തുടങ്ങുന്നത് എനിക്കെന്റെ വിഷയത്തിന്റെ ഒരു വിശാലമായ ഏരിയ വളരെ പെട്ടെന്ന് ചുരുക്കി അവതരിപ്പിച്ച് മുന്നോട്ടു പോകാൻ ഉപകരിക്കുമെന്ന് തോന്നുന്നു. ഒരു വിദേശ രാജ്യത്തുള്ള ഒരു ടൂറിസ്റ്റ്, അദ്ദേഹം നമ്മുടെ ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിലെത്തുന്നു. ന്യൂഡൽഹിയിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ ഒരു ഹോട്ടൽ ഉടമക്ക് അദ്ദേഹം ഒരു കത്തെഴുതി. കത്തിലുണ്ടായിരുന്നത്, ഞാൻ ഇന്റർനെറ്റിൽ നിങ്ങളുടെ ഹോട്ടലിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ അവിടെ താമസിക്കുന്ന കാലത്ത് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഹോട്ടലിലാണ്. പക്ഷെ ഞാൻ അതെന്റെ താമസ സ്ഥലമായി സ്വീകരിക്കണമെങ്കിൽ എനിക്കൊരു ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡ്, ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ കൂടെ കൊണ്ടുപോകുന്ന എന്റെ വളർത്തുപട്ടിയെ കൂടെ കൂട്ടാൻ നിങ്ങൾ പെർമിഷൻ തരണം. ഹോട്ടൽ മാനേജർക്ക് ഈ ഇമെയിൽ കിട്ടുമ്പോൾ അദ്ദേഹം അതിന് റീപ്ലൈ കൊടുത്തു.
നിങ്ങളുടെ വളർത്തുപട്ടിക്ക് എന്റെ ഹോട്ടലിലേക്ക് ആദ്യം സ്വാഗതം. കാരണം ഇന്നേ വരെ ഒരു വളർത്തുപട്ടിയും എന്റെ ഹോട്ടലിൽ നിന്ന് ബില്ലടക്കാതെ മുങ്ങിയിട്ടില്ല. ഇന്നേ വരെ ഒരു വളർത്തുപട്ടിയും എന്റെ ഹോട്ടലിൽ മദ്യപിച്ച് ഒച്ചപ്പാടുണ്ടാക്കിയതിന്റെ പേരിൽ എനിക്ക് പുറത്തേക്ക് എടുത്തെറിയേണ്ടി വന്നിട്ടില്ല, പോലീസിനെ വിളിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ ഹോട്ടലിൽ ഏതെങ്കിലും നിലക്കുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണ് അതൊക്കെ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അതിൽ വിമർശനമൊന്നും പറയാനില്ല എന്നാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ, യുവാക്കളുടേത് എന്നല്ല, പൊതുവെ മനുഷ്യ സമൂഹത്തിന്റെ ഒരു നിലവാരത്തിന്റെയും മനുഷ്യൻ നിലകൊള്ളുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിന്റെയും ഒരു നേർരേഖയാണ് ആ കഥാകാരൻ തന്റെ വരികളിലൂടെ യഥാർത്ഥത്തിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്റെ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 1000 തിന്മകൾ ഉണ്ട് എന്നത് ഞാൻ പ്രസംഗിച്ച് സ്ഥാപിക്കേണ്ടതില്ല. ലോകത്ത് 1000 തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ വളരെ അത്ഭുതത്തോടുകൂടെ മാത്രം, വളരെ ഞെട്ടലോടുകൂടെ മാത്രം കേൾക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ ഓരോ ദിവസം വായിച്ചു നോക്കുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇതിന്റെ എല്ലാം മുന്നിൽ നിൽക്കുന്നതും ഇതിന്റെ എല്ലാം മുന്നിൽ നടക്കുന്നതും നമുക്ക് അടുത്ത ഭാവിയിൽ പ്രതീക്ഷിക്കേണ്ട യുവത്വമോ വിദ്യാർത്ഥികളോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച അല്ലെങ്കിൽ കൃത്യമായ ദിശാബോധം എന്ന ടൈറ്റിലിൽ നടക്കുന്ന മഹത്തായ എക്സിബിഷൻ, നിറഞ്ഞ ഈ സദസ്സിന്റെ അത്രയോ അതിലധികമോ ആളുകൾ ഇതേ സമയത്ത് ഈ ഇൻസൈറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ചകളിൽ നിന്നൊരിത്തിരി ഇപ്പുറം മാറി ഈ വിഷയത്തെ ഒരു അജണ്ടയാക്കാനും ഈ വിഷയത്തെ കൃത്യമായി ചർച്ച ചെയ്യാനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ കൂട്ടായ്മ തീരുമാനിച്ചതിന്റെയും കാരണം അതുതന്നെയാണ്. ലോകത്ത് നടക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, മനുഷ്യർക്കിടയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും യോജിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ വികാസവും അവന്റെ വളർച്ചയും ഉന്നതിയിലേക്ക് തന്നെയാണ്. ഹോമോസാപ്പിയൻസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മനുഷ്യവർഗം അവരുടെ ജീവിതയാത്ര ആരംഭിച്ച കാലഘട്ടം മുതൽക്കുള്ള അവരുടെ പരിശോധനകളിൽ മനുഷ്യൻ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോയിട്ടുള്ളൂ. വളർച്ച എല്ലാ അർത്ഥത്തിലും, കമ്മ്യൂണിക്കേഷൻ രംഗത്താണെങ്കിലും യാത്രയുടെ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും ഒക്കെ ഏത് രംഗത്തും മനുഷ്യൻ ഉയർന്നിട്ടേ ഉള്ളൂ. ആകാശത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്നിനെ തന്റെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന തന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ തന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടക്കുന്ന ശാസ്ത്രാലയത്തിലെ ടേബിളിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിനെ തൊട്ടുതലോടി പഠിച്ചതിനെ ആകാശത്തേക്ക് തിരിച്ചുവിടാവുന്ന അത്ര വിശാലമായ ശാസ്ത്രീയ തലങ്ങളിലേക്ക് ഉയർന്നുപോയവനാണ് മനുഷ്യൻ. ഇതോടൊപ്പം മനുഷ്യന്റെ ധാർമ്മികാവസ്ഥയും തകർന്നുകൊണ്ടിരിക്കുന്നു എന്നത് മീഡിയ സെന്ററുകളിലും ഈ രംഗത്തെ ഗവേഷണങ്ങൾ നടക്കുന്നിടത്തും പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും വക്കീലിന്റെ റൂമിലും ഒക്കെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിന്റെ പരിഹാരം എന്താണ്? ഇതിന്റെ പരിഹാരത്തെക്കുറിച്ച് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഗൈഡ് ലൈൻ നൽകാൻ ഇവിടുത്തെ ആർക്കും സാധിക്കുന്നില്ല എന്നത് തീർച്ചയായും ഇത്തരം ഇൻസൈറ്റ് പോലുള്ള ഒരു എക്സിബിഷനിൽ ഈ ഒരു വിഷയത്തെ ഏറെ പ്രസക്തമാക്കുകയാണ്. സമൂഹത്തിന് ആവശ്യം ഇനി തിരിച്ചറിവാണ്. ഒരു മഹാസമുദ്രം, ആ മഹാസമുദ്രത്തിൽ ശക്തമായ തിരമാലകളുണ്ട്. തിരമാലകൾ അലതല്ലുന്ന മഹാസമുദ്രത്തിലൂടെ തന്റെ കുഞ്ഞു തോണിയിൽ തന്റെ ദുർബലമായ കൈകൾ കൊണ്ട് പങ്കായം പിടിച്ചു നീങ്ങുന്ന ഒരു മത്സ്യത്തൊഴിലാളി, അവൻ കാണുന്നത് കരയിൽ കാണുന്ന ലൈറ്റ് ഹൌസിൽ നിന്ന് കാണുന്ന വെളിച്ചമാണ്. കരയിലേക്ക് അയാളുടെ കുടുംബത്തെ, അയാളുടെ പ്രിയപ്പെട്ടവരെ അവരുടെ അരികിലേക്ക് തന്റെ ജീവിതായോധനം നടത്തി തന്റെ പങ്കായം തുഴഞ്ഞ് പോകുന്നത് പോലെ ആ മഹാസമുദ്രത്തിന്റെ പ്രക്ഷുബ്ധത പോലത്തെ ഒരു പ്രക്ഷുബ്ധത യഥാർത്ഥത്തിൽ ധാർമ്മിക രംഗത്ത് നല്ല നിലക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇവിടെ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കാം. യുവാക്കളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യുവാക്കളുടെ ധാർമ്മികതയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്.
അതല്ലെങ്കിൽ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മികതയുടെ വിളക്കുകാലുകൾ തല്ലി ഒടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹികാന്തരീക്ഷത്തിന്റെ പരിഹാരം എന്താണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് ചോദിക്കാം, എന്റെ വ്യക്തിത്വം, എന്റെ പേഴ്സണാലിറ്റി, സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ പ്രകടിപ്പിക്കുന്ന പേഴ്സണാലിറ്റിയാണോ എന്റെ യഥാർത്ഥ പേഴ്സണാലിറ്റി? സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ കാണിക്കുന്ന എന്റെ ഭാവമാണോ എന്റെ യഥാർത്ഥ ഭാവം? അള്ളാഹുവിന്റെ മുന്നിലെ എന്റെ ഭാവം സമൂഹത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള തൃപ്തി, സമൂഹത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള തൃപ്തി, ധാർമ്മിക രംഗത്തെ തൃപ്തി യഥാർത്ഥത്തിൽ അള്ളാഹുവിനുണ്ടോ എന്നാലോചിക്കുന്നിടത്ത് നിന്നാണ് ഇതിന്റെ പ്രക്രിയ ആരംഭിക്കുന്നത്. ലോകത്ത് ആർക്കൊക്കെയോ കുറെ പ്രശ്നമുണ്ട്, കുറെ ആൾക്കാർ വെള്ളടിക്കുന്നുണ്ട്, വേറെ കുറെ ആൾക്കാർ വ്യഭിചരിക്കുന്നുണ്ട്, വേറെ കുറെ ആൾക്കാർ 6 വയസ്സായ കുഞ്ഞിനെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്, വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഇവിടെ എല്ലാ രംഗത്തും അഴിമതിയുണ്ട് എന്ന വിഷയത്തെ അങ്ങേ തലക്കിലേക്ക് മാറ്റി നിർത്തി വേറെ ആരുടെയോ വിഷയമായി ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നിടത്തോളം കാലം എന്റെ ശബ്ദപരിധിയിലുള്ള മുഴുവൻ മനുഷ്യരോട് ഞാൻ പറയുന്നു, സഹോദരാ, 6 വയസ്സായ പെൺകുട്ടിയെ താൻ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ നിൽക്കുന്ന പിച്ചളപ്പാത്രം നീട്ടി ആ പിച്ചളപ്പാത്രത്തിലേക്ക് എന്തെങ്കിലും വാങ്ങി രാത്രി അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് അതുകൊണ്ട് പട്ടിണി മാറ്റുന്ന പെൺകുട്ടിയെ തന്റെ കാറിലേക്ക് പിടിച്ചു വലിച്ചിട്ട് അവളെ ലോഡ്ജിൽ കൊണ്ടുപോയി തന്റെ പേരക്കിടാവിന്റെ പ്രായമുള്ള കുഞ്ഞിനെ തന്റെ തള്ളാംവിരലിന്റെ വണ്ണം മാത്രമുള്ള അവളുടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചവളെ കൊന്ന് ലൈംഗികമായി ഉപയോഗിച്ച് അവളെ വലിച്ചെറിഞ്ഞ് എന്നിട്ട് കേവലം 1 മാസത്തെ ശിക്ഷ മാത്രം കോടതി വിധിക്കാൻ വേണ്ട FIRകൾക്ക് പിന്നിൽ കളിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥ 5-6 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ നമ്മളെ ആകുലരാകുന്നത് നമ്മുടെ സാമൂഹിക ഘടനയെക്കുറിച്ചാണ്. ഞാൻ പറയുന്നത്, ഇത്തരം ഏത് ഇഷ്യൂ എടുത്തു നോക്കിയാലും കോമൺ ആയിട്ടല്ല, പലതും ജീവിതം കൈവിട്ടു പോണതാണ്, പലതും ബോധപൂർവം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കണമല്ല. ഇന്നലെ കേട്ടത് ഒരു വ്യക്തിയെക്കുറിച്ചാണ്, നാളെ കേൾക്കുന്നത് നമ്മളെക്കുറിച്ചാണ്. എന്തുകൊണ്ട്? ഒരു കുട്ടി അവൻ വഴിയിലൂടെ നടന്നു പോകണം, ഒരു കല്ല് കണ്ടു, ഒരു മാമ്പഴവും കണ്ടു, മാമ്പഴത്തിലേക്ക് അവൻ എറിഞ്ഞു, കല്ല് നേരെ വഴിതെറ്റിപ്പോയി വീണത് തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഏതോ ഒരു ഉമ്മാമാന്റെ തലന്റെ മുകളിലാണ്. അടുത്ത ദിവസത്തെ പത്രത്തിലെ വാർത്ത എന്താ അറിയോ? ബാലൻ അമ്മൂമ്മയെ എറിഞ്ഞു കൊന്നു. ടൈറ്റിൽ അതാണ്, ഡീറ്റെയിൽസ് പിന്നുണ്ടാവും. ഈ കുട്ടി ഒരിക്കലും അമ്മൂമ്മന്റെ തലക്കല്ല എറിഞ്ഞത്. യഥാർത്ഥത്തിൽ ഇസ്ലാം നിശ്ചയിച്ചൊരു റൂട്ടുണ്ട്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജീവിക്കുന്നിടത്ത് ഇസ്ലാം നിശ്ചയിച്ചൊരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ നിന്ന് എവിടെയെല്ലാം ഡൈവേർഷൻ വരുന്നുവോ അവിടെ ഞാൻ എന്നെ പേടിക്കുക, നമ്മളെ പേടിക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് ആ ഒരു റൂട്ടിൽ നിന്ന് ഡൈവേർഷൻ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചാണ് അടുത്തത് കേൾക്കുക. വാപ്പ മോളെ ഉപദ്രവിച്ചു, എങ്ങനെയാണ് ഒരു വാപ്പാക്ക് ഇത് പറ്റുക എന്ന് ചോദിക്കും. ആ വാപ്പ മോളെ എങ്ങനെയായിരിക്കും വാങ്ങിയത്? നിങ്ങള് ലേബർ റൂമിന്റെ മുന്നിൽ നമ്മൾ എങ്ങനെയാണോ ടെൻഷൻ അടിച്ചു നിന്നത് അതേപോലെയായിരിക്കും വാങ്ങിയത്. എന്നാൽ സ്വാഭാവികമായും ജീവിതത്തിന് സംഭവിക്കുന്ന ചില ഡൈവേർഷനുകളുണ്ട്, വ്യതിയാനങ്ങളുണ്ട്. മനസ്സ് എന്നതൊരു പ്രത്യേകമായ മായാവിലാസമാണ്. അതുകൊണ്ട് 10 പരിഹാര നിർദ്ദേശങ്ങളാണ് ഇൻസൈറ്റ് എക്സിബിഷന് ധാർമ്മിക രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ നിർദ്ദേശിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഒന്നാമത്തെ കാര്യം പ്രശ്നത്തിന്റെ മർമ്മം തിരിച്ചറിയുക എന്നതാണ്. പ്രശ്നത്തിന്റെ മർമ്മം തിരിച്ചറിയുക. ചേലാമ്പ്രയിലെ ഒരു ബാങ്ക് ബിൽഡിംഗിന്റെ താഴെ ഹോട്ടൽ വാടകക്കെടുക്കുന്നു എന്ന വ്യാജേന വാടകക്കെടുത്ത് അത് കുത്തിത്തുറന്നതിലെ സമ്പാദ്യം കട്ടുകൊണ്ടുപോയ വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ ആരാണ് അവിടെ തെറ്റ് ചെയ്യുന്നത്? ആ വ്യക്തിയുടെ കൈയാണോ തെറ്റ് ചെയ്യുന്നത്? വ്യഭിചാരശാലയിലേക്ക് തന്റെ ഭാര്യ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ, ആരോഗ്യവതിയായ ഭാര്യ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ തന്റെ കാറെടുത്ത് വ്യഭിചാരശാലയിലേക്ക് പോകുന്ന വണ്ടി ഓടിക്കുന്ന ഒരു മനുഷ്യന്റെ കൈയാണോ തെറ്റ് ചെയ്യുന്നത്? അതല്ല അയാളുടെ സ്റ്റിയറിംഗ് പിടിച്ച കാലാണോ തെറ്റ് ചെയ്യുന്നത്? സ്റ്റിയറിംഗ് പിടിച്ച കൈയാണോ തെറ്റ് ചെയ്യുന്നത്? അവിടെ പോകുമ്പോൾ അയാളുടെ ശരീരത്തിലെ വേറെ ഏതെങ്കിലും അവയവങ്ങളാണോ തെറ്റ് ചെയ്യുന്നത്? തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പറഞ്ഞ്, സർ എന്റെ നിയമനം എളുപ്പാക്കി തരണം, സർ 12-ാം തീയതി ലിസ്റ്റ് അവസാനിക്കാണ് എന്ന് പറയുമ്പോ 5000 രൂപ കൈക്കൂലി ചോദിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ചുണ്ടാണോ തെറ്റ് ചെയ്യുന്നത്? മദ്യം രുചിക്കുന്ന ചുണ്ടും നാവുമാണോ തെറ്റ് ചെയ്യുന്നത്? സമൂഹം പറയുന്നത് അങ്ങനെയാണ്. ഓർഡിനൻസുകൾ ഉണ്ടാക്കുന്നവരും നിയമങ്ങൾ സൃഷ്ടിക്കുന്നവരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യന്റെ കൈകൾക്ക് ചങ്ങലയിട്ടാൽ
അല്ലെങ്കിൽ നീതിപീഠങ്ങളിൽ നിന്ന് ഉറക്കെയുള്ള വിധികൾ വന്നാൽ, അന്വേഷണ ഏജൻസികൾ സജീവമായാൽ ഇവിടെ കാര്യങ്ങൾ നടക്കുമോ, കാര്യങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നത് ഈ രംഗത്ത് ചിന്തിക്കുന്നവർ ഗൗരവത്തോടുകൂടെ കാണേണ്ടതാണ്. പൊളിറ്റിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചില പരിഹാര നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. മതരംഗത്ത് പ്രവർത്തിക്കുന്നവരോട് വേറെ ചില പരിഹാര നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിയമങ്ങളും നിയമത്തിന്റെ നിർദ്ദേശങ്ങളും നീതിപീഠങ്ങളുമൊക്കെ അത് കടലാസിൽ വിശ്രമിക്കും. ഡൽഹിയിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം കാബാലികർ പിച്ച് ചീന്തിയപ്പോൾ പത്രം, മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിലെ 3 വരികൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ അത് വായിക്കുമ്പോൾ അതിന് ചില മാനങ്ങൾ കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, മാതൃഭൂമി എഴുതിയത്, ഒരു തിന്മക്കെതിരിൽ ആയിരങ്ങൾ ഡൽഹി ഗേറ്റിന്റെ ചുറ്റും ഒരുമിച്ചുകൂടി. സമര ചത്വരങ്ങളിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒരു നീണ്ട നിര ലോകത്തെ സമര ചത്വരങ്ങൾക്ക് പാഠമായി ഡൽഹി ഗേറ്റിന്റെ മുന്നിൽ ഒരുമിച്ചുകൂടി. അവർക്ക് സംഘടനകൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് നേതൃത്വങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് നായകന്മാരുണ്ടായിരുന്നില്ല. പിരിച്ചുവിടാൻ പോലീസ് ആളെ അന്വേഷിക്കുമ്പോൾ ആള് പറയാനില്ല. എന്താ, ഒരു കുഞ്ഞിനെ, ഒരു സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ പ്രതിഷേധവും പ്രതികാരവും ജനങ്ങൾ അവരുടെ സമരമായി തീർക്കാണ്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി സബ് കമ്മിറ്റികൾ വന്നു, പലതും വന്നു. എന്തുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ വീണ്ടും, ഇന്നലെ പോലും അതിലേറെ ചെറിയ പ്രായമുള്ളവർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടത്? ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത് അതിന്റെ കാരണം ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷന് പറയാനുള്ള ഒന്നാമത്തെ നിർദ്ദേശം എന്താ അറിയോ? അധാർമിക പ്രശ്നങ്ങളുടെ മർമ്മമറിയണം. തെറ്റ് ചെയ്യുന്നത് കൈയല്ല, തെറ്റ് ചെയ്യുന്നത് കാലല്ല, തെറ്റ് ചെയ്യുന്നത് കാതല്ല, തെറ്റ് ചെയ്യുന്നത് നടന്നുപോകുന്ന അവയവങ്ങളോ പഞ്ചേന്ദ്രിയങ്ങളോ ഒന്നുമല്ല. ലൈംഗികമായ ഇമ്മോറൽ ട്രാഫിക്കിംഗ് നടക്കുന്നിടത്ത് തെറ്റ് ചെയ്യുന്നത് മനുഷ്യന്റെ ലൈംഗികാവയവമല്ല, മറിച്ച് ഇസ്ലാം അധർമ്മങ്ങൾ ജനിക്കുന്ന, ധർമ്മങ്ങൾ ജനിക്കുന്ന, വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന, വിജയങ്ങൾ വരിക്കുന്ന, നന്മകളിലേക്കുള്ള ഒഴുക്കുകൾ സൃഷ്ടിക്കുന്ന കേന്ദ്രത്തെ കൃത്യമായി നിർവചിച്ചു. ലോകത്ത് അധാർമിക പ്രവണതകൾക്കെതിരിൽ മാർഗദർശനങ്ങളും പ്രക്രിയകളും ഉണ്ടാക്കിയ, അതിന്റെ പ്രൊസീജിയറുകൾ തീരുമാനിച്ച, അതിന്റെ നിയമപുസ്തകങ്ങൾ എഴുതിയ ആളുകൾ വളരെ ബ്ലൈൻഡായി, വളരെ അന്ധമായി നിരാകരിച്ച ഒരിടത്ത് നിന്ന് ഇസ്ലാം അതിനെ നിർവചിച്ചു. എന്താണ് തെറ്റിന്റെ കാരണം? വ്യഭിചരിച്ചവനെ വ്യഭിചരിപ്പിച്ചത് അവന്റെ മനസ്സാണ്, മോഷ്ടിച്ചവനെ മോഷ്ടിപ്പിച്ചത് അവന്റെ മനസ്സാണ്, കൊല ചെയ്യുന്നവനെ കൊല ചെയ്യിപ്പിച്ചത് അവന്റെ മനസ്സാണ്. അയൽക്കാരും തമ്മിൽ ഒരു മാവിന്റെ കുറ്റിക്ക് വേണ്ടി തർക്കം, എന്നിട്ട് വിറകാക്കി വിറ്റാൽ 250 രൂപ കിട്ടാത്ത മാവിന്റെ കുറ്റിക്ക് വേണ്ടി പരസ്പരം വാശുപിടിച്ച് കൊന്നു തീർത്തത് 3 മനുഷ്യ ശരീരങ്ങൾ. എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്? നിങ്ങൾ അവരുടെ കൈകളെ കൂട്ടിക്കെട്ടിയിടാനുള്ള നിയമങ്ങൾ സൃഷ്ടിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. മറിച്ച് മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് പരിവർത്തന പ്രക്രിയ തുടങ്ങേണ്ടത്. അതിന് ഫ്ലക്സ് ബോർഡുകൾ കെട്ടിയതുകൊണ്ടും അതിന് ആകാശത്തേക്ക് മുട്ടി ചുരുട്ടിയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചതുകൊണ്ടും മാത്രം നടക്കില്ല. അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, അത് നിർമ്മാണാത്മകമായി നടക്കേണ്ടത് നടക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദില മുദ്ഗ, മനുഷ്യരെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വൈദാ ഫസദൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണം മോശായാലോ ശരീരം മൊത്തം മോശായി. കൈ മോശായത് മനസ്സിന്റെ പ്രശ്ന, ചുണ്ട് മോശായത്, തൊള്ളയിൽ നിന്ന് നാവിൽ നിന്ന് വരുന്ന സംസാരം മോശായത് മനസ്സിന്റെ പ്രശ്ന. അപ്പോ ക്ലീനിങ് നടക്കേണ്ടത് എവിടെയാണ്? ക്ലീനിങ് നടക്കേണ്ടത് ഹൃദയത്തിലാണ് സുഹൃത്തുക്കളെ, മനസ്സിലാണ്. അവിടെ നിന്ന് ആരംഭിക്കണം പരിവർത്തനം, അവിടെ നിന്ന് ആരംഭിക്കണം പ്രശ്നപരിഹാരത്തിന്റെ ചിന്തകൾ. അപ്പോൾ അവിടെ ഉണ്ടാകേണ്ട തിരിച്ചറിവുകൾ കിട്ടുന്നതോടുകൂടെ പ്രതികരിക്കും. ഇതിന് ലോകത്ത് രേഖയുണ്ട്. ഈ പറയുന്ന ആശയത്തെ സമഗ്രമായും സമ്പൂർണമായും ഇസ്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്, ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ? അള്ളാഹുവിന്റെ റസൂൽ കടന്നുവരുന്ന അറേബ്യ, ഞാൻ ദീർഘമായി 25 മിനിറ്റ് പറയാതെ അതറിയുന്നവരാണ് എന്റെ ശ്രോതാക്കൾ, അല്ലെ? ഡാർക്ക് ഏജ് എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ചരിത്രാതീത കാലമെന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാവുന്ന
അറബികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടേക്ക് എത്തിച്ചു എന്ന് ചോദിച്ചാൽ, പസഫിക് സമുദ്രത്തിന്റെ തീരത്ത് മത്സ്യം പിടിക്കുന്ന യൂറോപ്യന്റെ തോളിൽ തട്ടി അവനെ ജീവിതത്തിന്റെ നയങ്ങളും ലക്ഷ്യങ്ങളും പഠിപ്പിക്കുന്നിടത്തേക്ക് ഗൈഡ് ചെയ്തതിന്റെ പിന്നിൽ 23 വർഷം മക്കയിലും മദീനയിലുമായി പ്രവാചക തിരുമേനി ജീവിച്ചപ്പോൾ അവിടെ മദ്യപിക്കുന്ന, വ്യഭിചരിക്കുന്ന, മോഷ്ടിക്കുന്ന, കൊലപാതകം നടത്തുന്ന, സ്വന്തം സുഹൃത്തിന്റെ നെഞ്ചത്ത് കത്തികുത്തിയിറക്കി അതിൽ നിന്നും ചീറ്റിത്തെറിക്കുന്ന, മനുഷ്യരക്തം കണ്ട് പൊട്ടിച്ചിരിക്കുന്ന, ഞാൻ വിജയിച്ചു എന്ന് ഉച്ചലസ്തരം പറയുന്ന മനുഷ്യരെ അവരെ ആയത്തുകൾ കേട്ടപ്പോൾ വിങ്ങിപ്പൊട്ടി കരയുന്നവരാക്കിയത്, ലോകം ശാന്തമായി ഉറങ്ങുന്ന രാത്രികളിൽ, രാവിന്റെ അന്ത്യയാമങ്ങളിൽ അവരുടെ മണൽ പിന്നെ വിരിച്ച അവരുടെ വീട്ടിലെ അവരുടെ ബെഡ്റൂമിൽ മണലിൽ സുജൂദ് ചെയ്ത് മണൽ തുള്ളികളിലേക്ക് പാപക്കറകളെ കഴുകിക്കളഞ്ഞ കണ്ണീർ കണങ്ങൾ ഉറ്റിച്ചത് അല്ലാഹുവിന്റെ റസൂൽ വർക്ക് തുടങ്ങേണ്ടിടത്ത് തുടങ്ങി. അതുകൊണ്ട് എന്നോട്, നമ്മൾ ഓരോരുത്തരോടും, എന്റെ സംസാരം കേൾക്കുന്നവരോട്, മദ്യശാലയിലെ ബീവറേജ് കോർപ്പറേഷന്റെ ക്യൂവിൽ നിന്നപ്പോൾ പോലും അയാൾ ആലോചിച്ചത്, ഞാൻ കള്ളു കുടിക്കുന്നത് കൊണ്ട് എന്റെ മകളുടെ കല്യാണം എത്ര തവണ മുടങ്ങി, പക്ഷേ ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ. വ്യഭിചാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ തനിക്ക് കതക് തുറന്നു തന്ന്, തനിക്ക് ഭക്ഷണം ചൂടാക്കി തന്ന്, അത് തന്റെ മുന്നിൽ ഒരുക്കി വെച്ച്, തന്റെ ചാരത്തിരുന്ന് വിശേഷങ്ങളും വർത്തമാനങ്ങളും ചോദിച്ച് തന്റെ കൂടെ ഉറങ്ങുന്ന ഭാര്യയെക്കുറിച്ച് ഓർത്തയാൾ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുമാത്രം ക്രൂരനാണ്, എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടായിട്ട് എനിക്കെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു കയ്യബദ്ധത്തിലാണെങ്കിലും ചെയ്തുപോയ കൊലപാതകം, തെളിയിക്കപ്പെടാത്ത കൊലപാതകം റബ്ബിന്റെ മുന്നിൽ ഉറക്കെ പറഞ്ഞ് പശ്ചാത്തപിക്കുന്നവരുണ്ട്. താൻ വാങ്ങിക്കൂട്ടിയ പലിശ കണക്കുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വേദനിക്കുന്നവരുണ്ട്. സുഹൃത്തുക്കളെ, വ്യത്യസ്തമായ തലങ്ങളിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്. നമ്മൾക്ക് ഒരിക്കലും തിരുത്തിയിട്ടും തിരുത്താൻ സാധിക്കാത്ത 27ാം രാവിന്റെ രാത്രിയിൽ പോലും പ്രതിജ്ഞയെടുത്തിട്ടും തിരിച്ചു പോരാൻ കഴിയാത്ത തിന്മകളുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിനെ വിഷയം ബോധ്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഒന്ന്, പ്രശ്നത്തിന്റെ മർമ്മം തിരിച്ചറിയുക. രണ്ട്, ഇസ്ലാം ഇതിനെ നിർദ്ദേശിക്കുന്ന ഏറ്റവും ശക്തമായ പരിഹാരം എന്താ അറിയൂ? ദൈവത്തെക്കുറിച്ച ബോധം. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ദിക്റുകൾ, ദൈവത്തോടുള്ള തേട്ടം അഥവാ അള്ളാഹുവോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് എന്ന് നിർവചിക്കണം. ലോകത്ത് നമ്മളെ സ്നേഹിക്കുന്നതാരാണ് എന്ന് നിർവചിക്കാത്തതാണ് ഈ ഒരിക്കലും ഉറങ്ങാത്ത ഈ ജംഗ്ഷൻ, കേരളത്തിൽ ഒരിക്കലും ഉറങ്ങാത്ത ഈ ജംഗ്ഷൻ, ചങ്കുവെട്ടി ജംഗ്ഷനിന്റെ ഓരത്ത് നടക്കുന്ന ഇൻസൈറ്റ് സമ്മേളനത്തിന്റെ ഒരൽപ്പം ദൂരെ ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴെ എന്നെ കേൾക്കുന്ന, ഇടക്ക് മദ്യപിക്കുന്ന സുഹൃത്തെ, നിങ്ങൾക്ക് തിരിച്ചു പോരാൻ കഴിയാത്തതിന്റെ അടിസ്ഥാന ഘടകം നിങ്ങളെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാരാണെന്ന് നിങ്ങളിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്, ആയിഷ ബീവിയും പ്രവാചകനും സംസാരിച്ചിരിക്കുന്ന വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്ന ഒരു സ്ത്രീ, തോളിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് തളർന്നുറങ്ങുന്നുണ്ട്. നബിയെ, ആയിഷ ബീവി, എനിക്കെന്തേലും വേണം, എന്റെ കുഞ്ഞ് കഴിച്ചിട്ട് കുറെ ദിവസമായി. ആയിഷ ബീവി വെപ്രാളത്തോടുകൂടെ കയറി ചെന്നു, എല്ലാ പാത്രത്തിലും കൈയിട്ടു, ഒരു പാത്രത്തിലൊന്നുമില്ല. ലോക അനുഗ്രഹിയായ പ്രവാചകൻ, വിശാലമായ ആയിരക്കണക്കിന് അണികളുടെ ആത്മീയ നേതാവ്, അതിലേറെ പ്രവിശാലമായ ഭൗതിക രാഷ്ട്രത്തിന്റെ ഉടമസ്ഥൻ, കിസ്റയും കൈസറുമൊക്കെ ആഘോഷത്തോടുകൂടെ ജീവിക്കുമ്പോൾ ആ കിസ്റയും കൈസറും ഭയക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ തലവൻ, ആ തലവന്റെ വീട്ടിലൊന്നുമില്ല. അവസാനം ഒരു പാത്രത്തിന്റെ മൂലക്കൽ നിന്ന് ഒരു കാരക്ക കഷ്ണം കിട്ടി, അത് കൊണ്ടൊന്നു കൊടുത്തു. അത് വായിലിട്ട് ചമച്ച കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തു. അവളുടെ ആർത്തി തീർന്നിട്ടില്ല, അവളുടെ പട്ടിണി മാറിയിട്ടില്ല. അവൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ആ സ്ത്രീ സലാം പറഞ്ഞ് നടന്നു. ഇനിയും എന്റെ കുഞ്ഞിന്റെ അന്നം തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കും. വളരെ ദൂരത്ത് എത്തിച്ചേർന്നപ്പോ, കണ്ണിൽ നിന്ന് അവൾ മറഞ്ഞപ്പോ, മരുഭൂമിയിൽ ഒരു ആൾ രൂപമായി ആ സഹാബി വനിത മറഞ്ഞപ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുന്ന ചോദ്യത്തിലൊരു ഉത്തരമുണ്ട്. എന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താ അറിയോ? ആയിഷ, പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഭരണകർത്താവാണ് ഞാൻ. പട്ടിണിയുമായി വന്ന ഒരു പിഞ്ചുബാലികയുടെ വിശപ്പ് മാറ്റാൻ കഴിയാത്ത ഭരണകർത്താവ്. നോക്കൂ, നിങ്ങളെയും വീട്ടിൽ ഒരു യാചകൻ വന്ന് കൈ നീട്ടുമ്പോ
അയാളുടെ കയ്യിൽ 1 രൂപന്റെ നാണയട്ട് കൊടുത്തി എന്റെ വീടിന്റെ ഗ്രിൽസ് ഞാൻ വലിച്ചടക്കുമ്പോൾ എനിക്ക് എന്റെ ശമ്പളവും എന്റെ ബാങ്ക് ബാലൻസും ഒക്കെ അറിയാമല്ലോ. അതില്ലാത്തവനാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആയിഷ ജീവിതം ചോദിക്കുന്ന ചോദ്യാവലികൾക്ക് മുന്നിൽ അകപ്പെട്ടുപോയി ഉത്തരം കിട്ടാത്ത പെൺകുട്ടി ഈ മോളുണ്ടാക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കുഞ്ഞിനെ മരുഭൂമിയുടെ ഏതെങ്കിലും മൂലക്കൽ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്താ റസൂൽ ചോദിച്ചത്? ഏതെങ്കിലും നിലയ്ക്ക് ആ കുഞ്ഞിനെ ഈ ഉമ്മ ഒഴിവാക്കുന്ന ആയിഷ നിനക്ക് തോന്നുന്നുണ്ടോ? ആയിഷ ബീവി തലയാട്ടി, ഇല്ല നബിയെ, ഒരിക്കലൊരു ഉമ്മക്ക് മരണത്തിന്റെ പാതിവേദനയുള്ള പ്രസവത്തിലൂടെ താൻ ജന്മം നൽകിയ കുഞ്ഞിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല നബിയെ, ഒരിക്കലും പറ്റൂല, ഒരിക്കലും സാധിക്കൂല നബിയെ. അവിടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഉത്തരമുണ്ട്, എങ്കിൽ നിന്റെ റബ്ബ് നിന്നെ അതിലേറെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നമ്മൾ അറിഞ്ഞിട്ടില്ല 150 ലിറ്റർ എന്നും ബ്ലഡ് ശുദ്ധീകരിച്ചു തരുന്ന കിഡ്നിയെ പടച്ചതെന്റെ റബ്ബാണെന്ന്. 70-ലധികം തവണ മിടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ശരീരത്തിന്റെ എല്ലാമായ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത് അവനാണ് എന്ന്. അതിനെനിക്ക് ഒരു നാണയത്തൊട്ടിന്റെ ചെലവ് പോലുമില്ല എന്ന്. പക്ഷേ ഐസിയുവിൽ നിന്ന് ഉപ്പന്റെ ബില്ല് വന്നപ്പോൾ ഞാൻ അറിഞ്ഞു, നിങ്ങൾ അറിഞ്ഞു, നമ്മൾ അറിഞ്ഞു. എന്തേ? ഇതൊക്കെ വലിയ അവയവങ്ങളായിരുന്നു. ഇങ്ങനെ സംരക്ഷിക്കുന്ന റബ്ബ്, അവനെ ഓർക്കുക, അവനെ അറിയുക, അവനെ സമീപിക്കുക, ഇതാണ് പരിഹാരം. നമ്മളെല്ലാ നിലക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടല്ലോ. എന്താ? കൈ പൊട്ടിയാൽ ഓർത്തോന്റെ അടുത്ത് പോകും, അല്ലെ? എല്ല് പൊട്ടിയാൽ ഓർത്തോന്റെ അടുത്ത് പോകും. പനി വന്നാൽ ജനറൽ മെഡിസിന്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ പോയി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കും. എന്നാൽ മനസ്സിന് കേടുവന്നാലോ? കയ്യിന് ഇങ്ങനെ എക്സസൈസ് ചെയ്യാ, കാലിന് ഇങ്ങനെ മടക്കിയിട്ട് എക്സസൈസ് ചെയ്യാ, തലക്ക് കൗത്തിന് വേണമെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ പിടിക്കാം. മനസ്സിനുതേ തകരാറ് വരൂലേ? വരും. മനസ്സിന്റെ തകരാറ് തീർക്കണം സുഹൃത്തുക്കളെ. മനസ്സിലാണ് പ്രശ്നം ഇരിക്കുന്നത്. അതിനെ മക്കുബറയാക്കരുത്, അതിനെ മക്കുബറയാക്കരുത്. ഒരു വീട്, ആ വീടിന്റെ ഒരു റൂം, ആ റൂമിന്റെ സുഷിരങ്ങൾ പോലും അടച്ചിരിക്കുന്നു, അതിൽ ഒരു ജനല് പോലും തുറന്നിട്ടില്ല, ഒരു ജനല് പോലുമില്ല. അങ്ങനത്തെ ഒരു റൂം നമുക്ക് എത്രത്തോളം സംതൃപ്തി തരും? ഒരിക്കലും തരൂല. എങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സ് ചിലപ്പോ അങ്ങനെയാണ്. മനസ്സിന് വേണ്ടിയുള്ള ഒരു എന്താ പറയാ, ഒരു എക്സർസൈസ് നടക്കണില്ല. മനസ്സിന്റെ എക്സർസൈസ് എന്താ അറിയോ? ദിക്റുകളാണ്, തസ്ബീഹുകളാണ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ പോയിന്റ് പറയണില്ല. ഒറ്റ കാര്യം പറയാം. രാവിലെ പുതപ്പ് മാറ്റി കൈ രണ്ടിങ്ങനെ ആക്കിയിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് മുതൽക്ക് അവസാനം രാത്രി കിടക്കുമ്പോൾ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക എന്നതിൽ തുടങ്ങി അവസാനിക്കുന്നതുവരെ ജീവിതത്തിൽ എന്നും ചൊല്ലേണ്ട കുറച്ച് ദിക്റുണ്ട്. ഇൻസൈറ്റ് എക്സിബിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സംഭവമായിരുന്നു. അൽഹംദുലില്ലാ, എത്ര ആളാ വന്നത് സുഹൃത്തുക്കളെ. നമ്മളെ ഒട്ടിച്ച പോസ്റ്ററും നമ്മുടെ എക്സിബിഷനൊക്കെ കണ്ട് പലരും മാറിയിട്ടുണ്ട്, അല്ലേ? കുടുംബത്തെ സംബന്ധിച്ച് പറയുന്ന സെഷനിൽ ലൈറ്റ് എക്സിബിഷന്റെ കൗണ്ടറിൽ പോയി ഒരു ഫ്ലെക്സ് വായിച്ച് ഒരു സുഹൃത്ത് അവൻ ചുണ്ടുവരച്ച് നേരെ ബൈക്ക് എടുത്തിട്ട് വിട്ടു. ട്രാഫിക് ഐലൻഡ് പോലും പരിഗണിക്കാതെ ഞാൻ പോയി. 17 കൊല്ലമായി തെറ്റി നിൽക്കുന്ന എന്റെ ഭാര്യനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ അവൾക്കും കാണിച്ചെടുത്തു. ഞങ്ങളെ പ്രശ്നം തീർന്നു. നമ്മൾ ഒട്ടിച്ച പോസ്റ്റർ വന്നുണ്ടായതാണത്, അല്ലേ? എന്നിട്ട് ഒരു ഇൻസൈറ്റ് എക്സിബിഷൻ എനിക്കെന്തു പരിവർത്തനമുണ്ടാക്കി. ഇതിന്റെ ഉയർന്നു നിൽക്കുന്ന പന്തലിലും ഇതിന്റെ തിളങ്ങി നിൽക്കുന്ന ഫ്ലക്സിലും ഇതിനെ സംബന്ധിച്ച് ആളുകൾ പ്രശംസിക്കുന്ന ഓരോ വരികളിലും അസൂയാലുവായി ആളെ എണ്ണമെടുക്കാൻ വന്നവൻ പോലും തലതാഴ്ത്തി തിരിച്ചു പോകുന്നിടത്ത് അവനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തു നോക്കി കണ്ണിടുമ്പോ മറ്റേയാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കണ്ണിടുമ്പോ നമ്മൾ ആലോചിക്കുക, ഇതിന് നമ്മുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്, ഇതിന് നമ്മുടെ ത്യാഗത്തിന്റെ കിതപ്പുണ്ട്. പക്ഷേ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കെന്ത് പ്രോഗ്രസ് തന്നു, എനിക്കെന്ത് പുരോഗതി തന്നു. ആ പുരോഗതി കിട്ടട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി എന്ന് പറഞ്ഞു ഉണരണം. ഭാര്യനെ ഓർമ്മിപ്പിക്കണം, ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുക, നീ എന്നെ ഓർമ്മിപ്പിക്കണം. മക്കളെ വിളിച്ചുണർത്തണം. 1 വയസ്സുള്ള മോനെ അവന് ചൊല്ലിക്കൊടുക്കണം. ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ കേൾക്കാൻ കണ്ട് ചൊല്ലണം. അവിടുന്ന് ഇങ്ങോട്ട് ഉള്ള ദിക്റുകൾ ചെല്ലുമ്പോ മനസ്സിനൊരു താളാത്മകത വരാണ്ട്, ഒരു അടക്കം വരാണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ വഹുവ ലഹു ഖരീൻ. എന്താ മദ്യശാലയിൽ നിന്ന് അവന് പോരാൻ പറ്റാത്തത്? എന്താണ് അവന് വേറെ പലതും തിരുത്താൻ പറ്റാത്തത്? പെരിന്തൽമണ്ണയിൽ മുമ്പൊരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ടായപ്പോ ആ ഡി അഡിക്ഷൻ സെന്ററിൽ കുറച്ചു നേരം പോകാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അപ്പൊ അവിടെയുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നാണ് തുടങ്ങിയത്? 9-ാം വയസ്സില് കൊണ്ടോട്ടി നേർച്ചക്ക് പോയതാ. നല്ല സ്ഥലമാണ്. കൊണ്ടോട്ടി നേർച്ചക്ക് പോയപ്പോ അവിടെ കുറച്ച് ആൾക്കാരിരുന്ന് ഇങ്ങനെ
വെള്ളടിച്ച് ഓലിങ്ങനെ ചീട്ടളിക്കുന്നുണ്ട്. അപ്പോൾ ഹരത്തിൽ എനക്ക് വേണോന്ന് ആ കള്ളുടേയും ചോദിക്കണ ഭാഷയിൽ ഇങ്ങനെ ചോദിച്ചു തന്നപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്തു. ജീവിതത്തിൽ ആദ്യത്തെ ടേസ്റ്റ്. പിന്നീട് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അതിൽ നിന്നും മധുരം തുടങ്ങിയതാ മോനെ. ഇത് നിർത്താൻ കഴിയണില്ല. മക്കളെ കല്യാണം മുടങ്ങിയപ്പോഴാണ് ആദ്യമായിട്ട് എനിക്കൊരു ബോധം വന്നത് എന്നാണ്. ഇങ്ങനെയൊക്കെ അറിയാതെ തുടങ്ങിയ ആളുകളുണ്ടാവും. എന്തുകൊണ്ട് മോചനമില്ല എന്ന് വെച്ചാല് ഖുർആൻ പറയണേ റഹ്മാൻ, റഹ്മാനെ സംബന്ധിച്ച ദിക്റിൽ നിന്ന് മനസ്സെപ്പോ ശൂന്യാകുന്നോ അവിടെ അവിടെ ഒരാളെ ഞാൻ എനിക്ക് കൂട്ടുകാരനായി നിശ്ചയിച്ചു തരും. ഒരു ബാക്ക് സീറ്റ് ഡ്രൈവറെ നിശ്ചയിക്കും. വർക്ക് ചെയ്യണവിനെ നീയാകൂല, വർക്ക് ചെയ്യണത് മുഴുവൻ അവനാകും. ഒരു ബാക്ക് സീറ്റ് ഡ്രൈവർ ഒരു കൂട്ടുകാരനെ നിശ്ചയിക്കും. ഓൻ അത്ര നിസ്സാരപ്പെടുത്തേണ്ടവനൊന്നല്ല. ഓനെ പറ്റി ആൾക്കാരോട് പറയരുതെന്നല്ല, പറയാ വേണ്ടേ. അവനെ പറ്റി പറയണം. ശത്രുവാണവൻ, ശൈത്താൻ. അവൻ അതുവാണ്. അതുവ് മാത്രല്ല, അതുവ് മുബീൻ, വ്യക്തമായ ശത്രുവാണ്. ശത്രുവിനെ പറ്റി അറിഞ്ഞേ പറ്റൂ, അവന്റെ ട്രാപ്പുകളെ പറ്റി അറിഞ്ഞേ പറ്റൂ, അവന്റെ റൂട്ടുകളെ പറ്റി അറിഞ്ഞേ പറ്റൂ, അത് ഉറക്കെ പറഞ്ഞേ പറ്റൂ, അത് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഒരു സംശയമല്ല. ഇല്ലെങ്കിൽ ശത്രു കൊണ്ടേട്ട് കുഴിയിൽ ചാടിക്കും. എന്താ ചെയ്ത്, എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മളെ MSMന്റെ മോറൽ സ്കൂളുകൾ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയം അവതരിപ്പിച്ചപ്പോ ഒരു കുട്ടി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാന് അങ്ങനെ ഒരു ക്ലാസ് കേട്ടിരുന്നു ഒരാളെ. അപ്പൊ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ പ്രണയവുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞിരുന്നു. അപ്പോ ഞാനത് ഒഴിവാക്കാൻ തീരുമാനിച്ച ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്നു. ഞാൻ അവൾക്കൊരു മെസ്സേജ് അയച്ചു, എനിക്കിങ്ങനെ ഒരു പുതിയ തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്, എന്റെ നമ്പറിനെ ഡിലീറ്റ് ചെയ്യണം, നീ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇരുലോകത്തേക്കും ഗുണകരമാണെങ്കിൽ നമുക്കൊന്നിക്കണമെന്ന് നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, ഇസ്ലാം നീ ഇന്ന് പഠിച്ചു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒഴിവാക്കിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓനെന്താ ചെയ്ത്? എന്തേ സംഭവിച്ചിട്ടുള്ളൂ? മോനിങ്ങനെ പോയപ്പോ അവിടുന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. ഓനോളൊന്ന് നോക്കി, ബാക്കിൽ നിന്നുള്ള ഡ്രൈവിംഗാ, നോക്കിക്കളാ. ഓളും നോക്കി. അപ്പൊ രണ്ടാളും കുറച്ചാണ് നീങ്ങിന്റെ ശേഷം ഒന്നിട്ട് തിരിഞ്ഞു നോക്കി. രണ്ടാളും തിരിഞ്ഞു നോട്ട് ഒന്നിച്ചായി. അതുവരാ മറ്റേളാണ് അല്ലേ? നേരത്തെ പറഞ്ഞ കരീം നിങ്ങളുടെ കൂട്ടുകാരനാണ്. അപ്പൊ പിന്നെ അടുത്ത ദിവസം കണ്ടപ്പോ എന്താ പേരെന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെ അത് ഇന്റിമസി കൂടി. പിന്നെ ഫോൺ നമ്പർ കൊടുത്തു. പിന്നെ വിളിയോട് വിളി. ഇപ്പോഴോ, ഇനി നീ എന്നെ ഒഴിവാക്കി ഞാൻ തൂങ്ങിച്ചാകും. ഞാൻ പറഞ്ഞു, അവൾ തൂങ്ങി മരിച്ചാലും എനിക്ക് ഇസ്ലാമികമായ പെർമിഷൻ ഇല്ല. അവൾ തൂങ്ങി മരിച്ചാൽ നിന്റെ വീടിന്റെ മുന്നിൽ ആര് വരുന്നറിയോ? പോലീസ് വരും. എന്നിട്ട് പിടിച്ചിട്ട് പിന്നെ നിന്റെ ഊരൊക്കെ ചവിട്ടിയിട്ട് വണ്ടിയിൽ കയറ്റും. രണ്ട് കൈയിലും ഇങ്ങനെ പിന്നെ എന്താ പറയാ കൊളത്തിട്ടിട്ട് തലയും താഴ്ത്തി ഇങ്ങനെ പോകും. അപ്പോ ആ തലയും താഴ്ത്തുള്ള പോക്ക് ആദ്യം തന്നെ നടത്തിയാല് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ഖുല്ലിൽ മുഅ്മിനീന അൻ യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ താഴ്ത്തണമെന്ന് നീ മുഅ്മിനീങ്ങളോട് പറയുന്നു പറഞ്ഞല്ലോ. അവിടെ തന്നെ താഴ്ത്തിയാണെങ്കിൽ ചെങ്ങലകളിൽ ബന്ധിതമാകാതെ കൈ വിസ്തരിച്ചിട്ട് പോകാം അല്ലെ? എന്തെന്നെയാണെങ്കിലും ഇനി അതിന് പെർമിഷൻ ഇല്ല. അത് അവളെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവളെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ ഇന്നതൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കാം. അതിലേക്ക് പോകുക എന്നുള്ളതല്ലാതെ വേറെ വഴികളൊന്നുമില്ല എന്നുള്ളത് നമ്മൾ പറയാം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതില്ലാതിരിക്കപ്പെടാന്ന് വെച്ചാൽ ദിക്റും ദുആയും പ്രാർത്ഥനയൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് അല്ലെ? ദിക്റും ദുആയും പ്രാർത്ഥനയൊന്നും ചെറിയ പ്രായം മുതൽക്ക് മക്കൾക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പറയാകുമ്പോ നമ്മളെ മക്കളെ പറ്റി നമ്മൾ വേണ്ടാത്ത കേൾക്കേണ്ടി വരും. നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ലെങ്കിൽ സാഹചര്യം കിട്ടുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഗൗരവത്തോടുകൂടെ നമ്മൾ ഇതിനെ കാണണം, വളരെ ഗൗരവത്തോടുകൂടെ. പ്രാർത്ഥനയും ദിക്റും തസ്ബീഹുമാണ് ഇതിലുള്ള ഏറ്റവും ശക്തമായ ഒരു പരിഹാരം. പിന്നെന്താ അറിയോ, മൂന്നാമത്തെ ഒരു കാര്യം നമ്മളെ വളരെ പെട്ടെന്ന് തിരുത്തേണ്ട ഒരു കാര്യമാണ് ഖുർആനുമായുള്ള ബന്ധം. നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പറിച്ചറിയാൻ കഴിയാത്ത തിന്മണ്ടെങ്കിൽ അതിന്റെ കാരണം നമുക്ക് ഖുർആനുമായി അത്രേ ബന്ധമുള്ളൂ എന്നാണ്. എന്തുകൊണ്ടാ? 24 മണിക്കൂറും മദ്യത്തിൽ ജീവിക്കുന്ന ഒരു ജനപദത്തെ മാറ്റിമറിച്ച ഗ്രന്ഥം എന്റെ വീട്ടിലിരുന്നിട്ട് അതിന്റെ അർത്ഥം എനിക്കറിഞ്ഞിട്ട് എന്തുകൊണ്ട് എനിക്ക് മാറാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഖുർആനുമായി അങ്ങനത്തെ ഒരു ബന്ധം എനിക്കില്ല എന്നുള്ളതിനാണ് എന്റെ കാരണം. ഖുർആനിനോടൊരു മുഅ്മിനിനുള്ള ബാധ്യത ഉണ്ട്. ആ ബാധ്യത നിർവഹിക്കപ്പെടണം. ഒന്നാമത്തെ ബാധ്യത എന്താ?
മഹാത്ഭുതം ഖുർആൻ എന്ന ഈ മഹത്തായ എക്സിബിഷന്റെ പ്രമേയം തന്നെ അതാണ് അല്ലെ. ഒന്നാമത്തെ ബാധ്യത എന്താ? 600 ചിറകുകളുള്ള ജിബിരിൽ എന്നൊരു മലക്കുണ്ട്. ആ മലക്ക് ആകാശങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹിറാ ഗുഹയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രവാചക തിരുമേനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് പ്രവാചകൻ കണ്ടിട്ടുണ്ട്, പിന്നീട് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ജനസമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്ന് എന്റെ അമ്മനെ ഞാൻ നിസ്കാരക്കുപ്പായത്തിൽ കണ്ട, ആ ചെറിയ പ്രായം മുതൽ നിസ്കാരക്കുപ്പായത്തിൽ കണ്ടതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പറായി ജനിച്ചതുകൊണ്ട് വിശ്വസിക്കല്ല, മറിച്ച് അന്വേഷണാത്മകമായി അറിഞ്ഞും പഠിച്ചും വിശ്വസിക്കണം. അബൂബക്കറിനും ഉമറിനും ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ, അതിന്റെ ശാസ്ത്രീയത ബോധ്യപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ സത്യത ബോധ്യപ്പെടണമെങ്കിൽ അതിന്റെ അക്ഷരങ്ങളിലും ആശയങ്ങളിലുമുള്ള ഗാംഭീര്യം കൊണ്ടേ ബോധ്യപ്പെടാൻ വകുപ്പുണ്ടായിരുന്നുള്ളൂ. എനിക്കും നിങ്ങൾക്കും ശാസ്ത്രത്തിന്റെ ലാബിൽ നിന്ന് ഖുർആന്റെ സത്യത ബോധ്യപ്പെടാൻ സൗകര്യമുണ്ട്. പക്ഷേ എത്രത്തോളം ഉപയോഗിച്ചു എന്ന് പരിശോധിക്കണം. 1. 2, പാരായണം എന്ന് എത്ര നടക്കുന്നു? വ്യവസ്ഥാപിതമായൊരു പാരായണത്തിന്റെ പ്ലാനിങ് നമുക്കുണ്ടോ? എന്ന് സ്കൂൾക്ക് പോകണതിന് പ്ലാനിങ് ഉണ്ട്. 8:05 ബസ്സിന് പോകണം. ഷോപ്പ് തുറക്കണതിന് ടൈമിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാത്തിനുണ്ട്. ഖുർആൻ പാരായണത്തിനോ എന്തെങ്കിലും പ്ലാനിങ് നമ്മൾ എടുത്തുണ്ടോ? ഉണ്ടോ? 2, ഖുർആൻ പാരായണമാണ്. അതിൽ തന്നെ പ്രത്യേകം പാരായണം ചെയ്യപ്പെടേണ്ട അധ്യായങ്ങളെ കുറിച്ച് നമുക്കറിയോ? സൂറത്തുൽ ഫാത്തിഹന്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഒരു തെറ്റുമില്ലാതെ കൃത്യമായി അറിയോ? നിസ്കാരത്തിൽ സ്ഥിര ഓതനെ അധ്യായങ്ങളുടെ അർത്ഥം അറിയോ എന്നൊക്കെ ചോദിച്ചാൽ വലിയ തൗഹീദിന്റെ പൗരാണിക മഹല്ലുകളിൽ കഴിയണവന് പോലും പലപ്പോഴും അവന്റെ കൈകൾ ശൂന്യമാണ്. അത് ഗൗരവത്തിൽ കാണേണ്ടതാണ്. 3. ഖുർആന്റെ കേൾവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോലും കേട്ടിരുന്നു. റസൂലുള്ളാഹിക്ക് സ്വിച്ച് ഇട്ടാ കേൾക്കുന്ന സൗകര്യമല്ല, സ്വഹാബികളെ കൊണ്ട് ഓതിപ്പിച്ച് കേൾപ്പിച്ചിരുന്നു. ഖുർആൻ കേൾക്കാന്നുള്ളത് വലിയ കാര്യമാണ്. ഖുർആൻ ഓതുന്നിടത്ത് അനുഗ്രഹത്തിന്റെ മലക്കുകൾ ഇറങ്ങും. സ്വഹാബി ഉസൈദ് റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിക്കുമ്പോ കുതിര ഇങ്ങനെ കാലെടുത്ത് ചാടുകയാണ്. ഓത്ത് നിർത്തിയാൽ കുതിര നേരെ നിൽക്കും. ഓത്ത് തുടങ്ങിയാൽ വീണ്ടും ആകാശത്ത് നോക്കിയിട്ട് കാല് പൊക്കി ചാടും. അപ്പൊ അദ്ദേഹം ആകാശത്ത് നിന്ന് ചില പവിഴമുത്തുകൾ ഇറങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നപ്പോ പറഞ്ഞു, അത് മലായിക്കത്തിന്റെ സാന്നിധ്യമാണ്. നീ ഓത്തു തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മലക്കുകൾ നീ കണ്ട ആ കാഴ്ച മദീനയിലെ ജനങ്ങളും കാണുമായിരുന്നു എന്നാണ്. സത്യാണ്. നമ്മളെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ ഓത്തുകൊണ്ടുണ്ടാവും. നമ്മൾ പരിശോധിക്കണം. ഖുർആൻ ഓതിനടുത്ത് മലക്ക് വരും, അനുഗ്രഹം ഉണ്ടാവും, റഹ്മത്ത് ഇറങ്ങുന്നൊക്കെ ഹദീസിലുണ്ട്. പക്ഷേ ഞാൻ ഓത്തിന് കിട്ടോ? ഓതിയോണ്ട് മാത്രം കിട്ടൂല. ഈ നിയ്യത്തും ഈ ലക്ഷ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓതാൻ നമുക്ക് പറ്റണം. മറ്റൊന്ന് ഹിഫ്ളാണ്. ഓട്ടോ പ്ലേ ആണ് നമ്മള് അല്ലെ. സീഡന്റ് ഇട്ട തുടങ്ങണ മാതിരി നമ്മളാണ്ട് കൈയെട്ടിയാല് കുലല്ലാഹു അത് പറഞ്ഞിട്ട് സംഗതി പോകുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ ഓതൂല. അതിന്റെ അപ്പുറത്തേക്ക് പലപ്പോഴും നമ്മളെടുത്തില്ല. മനോഹരമായ 100 കണക്കിന് ഖുർആൻ പാരായണങ്ങളുണ്ട്. സുദൈസിന്റെയോ അല്ലെങ്കിൽ മിശാരി റാഷിദിന്റെയോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഖുർആൻ പാരായണങ്ങളുണ്ട്. ചെറുപ്പക്കാര്, വിദ്യാർത്ഥികൾ അവരുടെ കാതിൽ ഹിന്ദിയിലെ സിനിമാ ഗാനങ്ങളും ലോകത്തെ നിശാ ക്ലബ്ബുകളിൽ പാടിത്തിമിർത്ത പാട്ടുകളും വിരലിൽ വിടരുന്ന സംഗീതത്തിന്റെ അകമ്പടിയോട് കൂടെ ഉയരുന്ന ശബ്ദങ്ങളും കാതിൽ വെച്ച് കാതിനെയും മനസ്സിനെയും നശിപ്പിക്കുന്നവരോട് ഞാൻ പറയുന്നു, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടണില്ല, നമുക്ക് സംതൃപ്തി കിട്ടണില്ല. മനസ്സ് എപ്പോഴും ഒരു പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം പോലെ പ്രക്ഷുബ്ധമാണ്. എന്തുകൊണ്ട് പ്രവാചകന്റെ സ്വഹാബത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടായില്ല? ഉഹദ് മലയുടെ മുകളിൽ നിന്ന് ഖാലിദ് ബിൻ വലീദ് AK-47 സ്ഥാനത്ത് തന്നു നിൽക്കുന്ന അമ്പും വില്ലും കൊലച്ച് നെഞ്ചകത്തേക്ക് അസ്ത്രങ്ങൾ വന്നപ്പോഴും തക്ബീർ ധ്വനികൾ മുഴക്കി അവർ ഏറ്റെടുക്കാൻ പറ്റിയത് അവർക്ക് ആറാമിന്ദ്രിയമുണ്ടായതുകൊണ്ടല്ല, മറിച്ച് ഖുർആൻ അവരുടെ മനസ്സിൽ വരുത്തിയ അത്യുജ്വലമായ പരിവർത്തനമാണ്. സുഹൃത്തുക്കളെ, അതിന്റെ പിന്നിലെ ചേതോ വികാരം പലപ്പോഴും എനിക്ക് അപൂർവമായി ഇങ്ങനത്തെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ ഈ എന്റെ മുന്നിലുള്ള റോഡുണ്ടല്ലോ, ഈ റോഡിലൂടെ പോയാൽ പുത്തനത്താണിയിൽ ഉണ്ടായൊരു അനുഭവം ഞാൻ പലപ്പോഴും ഈ വിഷയം പറയുമ്പോ പറയാറുണ്ട്. എനിക്ക് ഒരു വളരെ പെട്ടെന്ന് വിഷയം കൺവേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഒരു ജുമാ ഖുത്ബ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണം അവിടെ. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജുമാ ഖുത്ബ കഴിഞ്ഞ് ഒരു റമദാൻ മാസത്തിൽ നിൽക്കണം. ഒരാൾ വന്നിട്ട് കൈയെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, മുസ്ലിമാണോ, എനിക്ക് മുസ്ലിമാകണം. ഞാൻ അയാളോട് അറിയാതെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ മുസ്ലിമാണ്? ഒരാൾ ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് വെരി അല്ലേ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് ഉടനെ ചൊല്ലിക്കൊടുക്കണം
അല്ലെങ്കിൽ പിന്നെ ബാധ്യത നമുക്കാണ്. ഞാൻ അറിയാതെ ചോദിച്ചു. അപ്പോ ഞാനിങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ വളരെ സജീവമായി അമുസ്ലിം ദഅവ രംഗത്ത് ഇടപെടുന്ന ഒരു സുഹൃത്ത്, അയാളെ അവിടെ തന്നെ തൊട്ടടുത്ത പള്ളിയിലായിരുന്നു അയാൾക്ക് ഖുത്ബ. ഇന്ന് അയാൾ ഒരുപക്ഷെ പ്രബോധന മേഖലയിലൊന്നുമില്ല. അയാളെ സംഘടന എന്ന കൂട്ടായ്മക്ക് തകരാറുകളുണ്ട് എന്ന് വിശ്വസിച്ച് മാറി നിൽക്കുന്ന പിന്നെ ആളുകളുടെ ഒരു ടീമിലാണ് പലപ്പോഴും ഉള്ളത്. അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ആ സഹോദരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ ചൊല്ലിക്കൊടുക്ക്, ഷഹാദത്തിൽ കൊടുത്തേക്ക്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ആംബുലൻസ് ഇങ്ങനെ കുതിച്ചുപായുന്ന ആംബുലൻസിന്റെ പശ്ചാത്തലത്തിൽ അയാളുടെ കയ്യിൽ പിടച്ച് വിറക്കുന്ന കൈകളോട് കൂടെ പിടക്കുന്ന മനസ്സുമായി അയാൾക്ക് ഷഹാദത്തിൽ കൊടുത്തു. അയാൾ ഇസ്ലാം സ്വീകരിക്കും. കാരണം എന്താ നിങ്ങള്? വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കുന്നത് ഒന്ന് മനുഷ്യനെയാണ്, രണ്ട് കല്ലുകളേണെന്ന് ഖുർആനിലെ ആയത്ത് അയാൾ ഖുത്ബയിൽ കേട്ടു. രണ്ടാഴ്ചയായിട്ട് ഞാൻ ഖുത്ബ കേൾക്കായിരുന്നു. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞില്ലേ വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കണത് ഒന്ന് കല്ലും രണ്ട് മനുഷ്യരാണെന്ന്. ഞാൻ കരിങ്കൽ കോറിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. കരിങ്കല്ലിന്റെ ശക്തി എനിക്കറിയാം. അപ്പോ ആ കരിങ്കല്ലിനെ പൊട്ടിക്കാൻ പറ്റുന്ന, എനിക്ക് പൊട്ടിക്കാൻ വളരെ കഷ്ടപ്പെടേണ്ട കരിങ്കല്ല് കത്തുവെങ്കിൽ അടുപ്പിലെ കല്ല് കത്തൂല, കരിങ്കല്ല് കത്തൂല, നാട്ടിലെത്തിയതിനെ കത്തിക്കൂല. നരകത്തിൽ അങ്ങനെ ഒരു തീ ഉണ്ടെങ്കിൽ അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അത്രേ എനിക്ക് പ്രശ്നമുള്ളൂ. നമ്മൾ എത്ര വട്ടം ഓതി, നമ്മൾ എന്തൊക്കെ കേട്ടു, എന്തു പരിവർത്തനമുണ്ടായി. അതുകൊണ്ട് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ വീണ്ടും വിലയിരുത്തണമെന്നതാണ് മൂന്നാമത്തെ സുഹൃത്തുക്കളെ എനിക്ക് എന്റെ ബഹുമാന്യരായ സദസ്സിനെ ബോധ്യപ്പെടുത്താനുള്ളത്. നാലാമത്തെ ഒരു കാര്യം എന്താ അറിയോ? നാലാമത്തെ ഒരു കാര്യം മറ്റൊന്നുമല്ല, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണചിന്ത എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. മരണചിന്ത എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. മരണത്തെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ ബോധം, ചിന്ത അതുണ്ടെങ്കിൽ എല്ലാ ധാർമ്മികതകളിലും നമുക്ക് പോരാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ ശ്മശാനത്തിൽ വെച്ച് പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ടല്ലോ, നമുക്ക് അറിയാത്ത ഹദീസൊന്നല്ല. സ്ഥിരം കേൾക്കുന്ന ഹദീസിനും സ്ഥിരം കേൾക്കുന്ന ആയത്തുകൾക്കും ചില തകരാറുകളുണ്ട്. അതങ്ങനെ പെട്ടെന്ന് തലയിൽ കയറൂല, അല്ലേ? കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയൊക്കെ വലാസിരിനായിരുന്നു ഖുത്ബ എന്നാണ് മൂപ്പർ പറഞ്ഞത്, അല്ലേ? എന്നിട്ട് ആ വലാസിരി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നുള്ള ഖുത്ബ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയൊക്കെ കുട്ടികൾ പറഞ്ഞിട്ട് എന്തു പരിവർത്തനമാണ് അയാൾക്ക് ഉണ്ടായത്? അങ്ങനെ ചോദിക്കുമ്പോ അതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല. ഇവിടെ എന്താന്ന് വെച്ചാൽ, ഞാൻ മരിക്കും, ഒരുപാട് കാലമൊന്നും ഞാൻ ജീവിക്കൂല, ഒരൊറ്റ ഞരമ്പ് പണിമുടക്കിയാൽ സ്റ്റോപ്പ്, തീർന്നു. എനിക്ക് ഇടയ്ക്ക് ഇപ്പോ വ്യക്തിപരമായി കുടുംബപരമായി എന്റെ ഒരു പശ്ചാത്തലം വെച്ചിട്ട് പിന്നെ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകേണ്ടി വരാറുണ്ട്. ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളെ നിരന്തരം കാണേണ്ടി വരാറുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലുള്ള അത്തരം രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ ഇങ്ങനെ കാണുന്ന കുറെ കാഴ്ചയുണ്ട്. ഒരു വാപ്പി, ഒരു മോളും, ഒരു ഉമ്മയും അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കണം. അപ്പൊ വാപ്പ ഇങ്ങനെ വളരെ അസ്വസ്ഥനായി ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ഇങ്ങനെ പറയണം. അപ്പൊ മോള് രോഗം അവൾക്കാണ്. അവൾ ഇപ്പനോട് പറയണം, ഉപ്പ അത് നമുക്ക് നാട്ടിലെത്തിയിട്ട് വാങ്ങിയ പോരെ, നിങ്ങൾ എന്തിനാ വിഷമിക്കണത്? അത് നമുക്ക് നാട്ടിലെത്തിയിട്ട് വാങ്ങിയ പോരപ്പാ, എന്തിനാ നിങ്ങൾ വിഷമിക്കണത്? അവിടെ എത്തിയിട്ട് ഈ ഡോക്ടർ എഴുതിയ മരുന്നില്ലെങ്കിൽ എന്റെ മോൾക്ക് പഠിച്ചോനെ മരുന്ന് കഴിക്കാൻ കഴിയൂലല്ലോ. നമ്മള് ബാക്കിൽ നിന്ന് കേൾക്കണം. അയാളുടെ കയ്യിൽ പൈസ ഇല്ല, അയാളുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അതൊരു രംഗമാണ്, അല്ലേ? അവിടെ നമുക്ക് ദൗത്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അയാളോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്ന്, അപ്പൊ അയാള്, ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും പോണില്ല, അയാള് പൊട്ടിക്കരയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ഒരു ദുആ അല്ലേ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്താന്ന്, അതിൽ നമ്മൾ വിശ്വസിക്കണ്ടേ? ഇത് മോൾക്ക് വരുന്ന പടച്ചോൻ തീരുമാനിച്ചല്ലേ, ഇപ്പൊ വരൂലേ? അപ്പൊ അയാളൊന്നൊക്കെ ശബ്ദമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് ഉഷാറായിട്ട്, ഒന്നുമില്ല മൗലവി, അവളെ മുഖം കാണുമ്പോൾ വലിയ സങ്കട, എനിക്ക് ആകെയുള്ളൊരു മോള. എന്നിട്ട് മുപ്പര് പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത്, 18 വയസ്സുള്ള അയാളുടെ മകൾ, ഞാനൊരു ചെറുപ്പക്കാരനാണ്, എന്റെ മുന്നിൽ അയാളത് കാണിക്കാൻ പാടില്ല, മഫ്ത ധരിച്ച് നിൽക്കുന്ന അവളുടെ മനോഹരമായ മുഖം. ഒരു മിനിറ്റ് എന്റെ കണ്ണ് അങ്ങനെ അവളടുത്തേക്ക് പോയി. ഇപ്പോൾ അവൾക്ക് പുരികമില്ല, ഇപ്പോൾ അവൾക്ക് തലമുടിയില്ല, അവളുടെ ചർമ്മങ്ങൾ ചുരുണ്ടുകൂടി ഇല്ലാതായിരിക്കുന്നു. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ഇത്രേ ആയുസുള്ളൂ. ശരീരത്തിൽ എവിടെയോ പ്രത്യക്ഷപ്പെട്ട ക്യാൻസറിന്റെ രോഗാണുവിനെ കൊന്നൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന കീമോനെ കുറിച്ച് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞ എന്താ അറിയോ, അത്
എന്താ കീമോ സർ? AK-47 നെഞ്ചത്തേക്ക് തിരിച്ചു വെച്ചാൽ എന്താണോ അത്. നാളെ നിങ്ങളുടെ സ്ഥിതി അതാണ്. അത് നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിലേക്ക് കീമോയുടെ മരുന്നു തുള്ളികൾ കയറി ചെല്ലുമ്പോൾ രാത്രി മിന്നിത്തിളങ്ങുന്ന ചെറിയ വെളിച്ചത്ത് ഈ തുള്ളികളുടെ വേഗത കൂടുന്നുണ്ടോ? ഒരു മിനിറ്റിൽ 3 വരാവൂ, 4ാമത്തെ വരുന്നുണ്ടോ, 5ാമത്തേത് പോകുന്നുണ്ടോ, നിന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതിലേക്ക് കണ്ണും നട്ടിരിക്കേണ്ട പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? അതുവരെ നമ്മൾ തിരക്കില. നമ്മളെ 2.5% സക്കാത്തിന്റെ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് നടത്തും, നമ്മൾ അപ്സ്റ്റെയർ എടുക്കും. അപ്പൊ മനസ്സിലാവും. ഓക്കെ. അതുകൊണ്ട് മരണത്തെയും ജീവിതത്തെ തളർത്തുന്നതിനെയും കുറിച്ച ചിന്തകൾ ഉണ്ടാകുമ്പോ മദ്യശോപ്പൊന്നും എല്ലാം പോന്നോളും, വ്യഭിചാരം നിർത്തിക്കോളും. നമുക്ക് ഭാര്യയുണ്ടായിരിക്കെ അല്ലെങ്കിൽ ഇല്ലാതിരിക്കെ ഫോണിന്റെ അങ്ങേ തലക്കൽ നിന്ന് മറ്റൊരു സ്ത്രീയോട് നമ്മൾ സംസാരിക്കൂല. നാളെ ഞാൻ പോയാൽ ഈ കളങ്കവുമായി മരിച്ചാൽ രക്ഷപ്പെടില്ല നമുക്ക് ബോധ്യപ്പെടും അല്ലേ? ബറാഅ് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സ്വഹാബിയുടെ മയ്യിത്ത് കൊണ്ട് ഞങ്ങൾ വന്നു. അപ്പോ ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മയ്യിത്ത് അവിടെ വെച്ചു. എല്ലാവരും അവിടെ ഇരുന്നു. പ്രവാചകൻ ഇങ്ങനെ കോലോണ്ട് തോണ്ടി കളിക്കാണ്. പെട്ടെന്ന് തല ഉയർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. സത്യവിശ്വാസിയുടെ മരണത്തെയും അവിശ്വാസിയുടെ മരണത്തെയും സംബന്ധിച്ച്, ആത്മാവെടുക്കുന്നതിനെ സംബന്ധിച്ച്, അവിശ്വാസിയുടെ മരണത്തിന്റെ സമയത്ത് ആത്മാവിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന രൂക്ഷമായ ഗന്ധത്തെ സംബന്ധിച്ച്, ഒരു ചീഞ്ഞളിഞ്ഞ ശവത്തെക്കാളും ദുർഗന്ധം വമിക്കുന്ന അവന്റെ ആത്മാവിനെ കുറിച്ച്, അത് തൊട്ടടുത്ത ദിവസം ഉണ്ട് നമുക്ക് ഓർക്കാൻ കഴിയണം. പത്രത്തിൽ കാണുന്നുണ്ടല്ലേ, എന്താ കൈ ഇങ്ങനെയായിട്ട് കാലൊക്കെ വളഞ്ഞിട്ടുള്ള കുറെ രോഗികളെ നമ്മൾ കാണുന്നുണ്ടല്ലോ. 1000 ഒരാൾക്ക് വരുന്ന രോഗാണ്. നമുക്ക് വന്നിട്ടില്ല. 1000 ഒരാൾ അടുത്ത 21-ാം തീയതി മുതൽ നീയാണെന്ന് ആകാശങ്ങളെയും ഭൂമിയെയും സർവ്വതിനെയും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് റബ്ബ് തീരുമാനിച്ചിരുന്നെങ്കിൽ സഹോദര, 21-ാം തീയതി ഞാൻ അയക്കോളും, ഒരു സംശയമല്ല. ഉത്തരം കിട്ടാത്ത രോഗത്തിന്റെ ചോദ്യാവലിയുമായി ഞാൻ അങ്ങനെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ശ്രദ്ധിക്കുക. ആ സുഹൃത്ത് ബ്ലഡ് എങ്ങനെ ഛർദ്ദിക്കുന്നുണ്ട്, ബ്ലഡ് എങ്ങനെ ഛർദ്ദിക്കുന്നു, ഡോക്ടർ എന്താണ് കാരണം എന്ന് കണ്ടെത്തണില്ല. അവസാനം അയാളെടുത്ത് ചെന്ന പ്രബോധകനോട് പറഞ്ഞു, നിങ്ങൾക്കറിയാം എന്റെ നിക്കാഹ് നിങ്ങളെ നടത്തി തന്ന്, അതുകൊണ്ട് എന്റെ പെണ്ണ് ഞാൻ അവളെ യതീംഖാനിന്ന് കൊണ്ടുവന്നതാ, അവൾ നിങ്ങൾ തന്നെ ആർക്കെങ്കിലും ഒന്ന് ഏർപ്പാടാക്കി കൊടുക്കണം, നമുക്ക് പോകാൻ വേറെ സ്ഥലമല്ല. പിന്നെ എന്റെ മോനെ 7 മാസമാണ് അവനെ പറ്റി പറഞ്ഞപ്പോൾ അയാളുടെ ചുണ്ടു പറച്ചു. ഒരു വരി മാത്രം ഈ രോഗശയ്യയിൽ എല്ലാം തകർന്ന് ഇപ്പോൾ ക്ലോക്കിൽ തന്റെ നേരമെത്തുന്നതും കാത്തു നിൽക്കുന്ന മനുഷ്യൻ പറഞ്ഞു ഒറ്റ വാചകം. എന്തറിയോ? വലിയ ആളാകണമെന്നൊന്നും എനിക്കില്ല, ഡോക്ടർ എഞ്ചിനീയർ ആകണമെന്നൊന്നുമില്ല, പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ പോണവനാകണം, അല്ലെങ്കിൽ അവനാകരുത്. എന്തറിയോ? എല്ലാരും പള്ളിയിൽ നിസ്കരിക്കുമ്പോ പള്ളിന്റെ മുന്നിൽ കൂടെ വെള്ളടിച്ചു പോകണനായിട്ട് എന്റെ അമ്മ മാറരുത്, അത് മതി, വേറൊന്നും ആവശ്യമില്ല. അയാളുടെ അവസാനത്തെ വസിയത്തിൽ കൊടുക്കുക. എന്താ പ്രശ്നം അറിയോ? അയാളുടെ ബ്രെയിനിനെയും അയാളുടെ ഹൃദയത്തെയും കണക്ട് ചെയ്യുന്ന ഒരു ഞരമ്പുണ്ട്. ആ ഞരമ്പ് വളരെയാണ്. ഈ മൊബൈൽ ഫോണ് വളരെയാണ്. ഈ കൈയിന്റെ അപ്പുറത്തേക്ക് അത് വളർന്നാൽ എന്ത് ചെയ്യും? അത് നിലത്ത് വീഴും, പൊട്ടും അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് ചുരുണ്ടുകൂടി പൊട്ടിയിട്ട് ബ്ലഡ് പുറത്തു പോകാണ്. ഇതാണ് രോഗം. ഡോക്ടർ രോഗത്തിന്റെ മരുന്ന് കണ്ടെത്തി. ആ പ്രബോധകൻ അയാളോട് പറഞ്ഞു, എന്തറിയോ? ആ പ്രബോധകനോട് പറഞ്ഞു, ലികുല്ലിദാ ഇൻ ദവാ, എല്ലാ ഔഷധം ഔഷധമുണ്ട്, നിങ്ങളെ രോഗത്തിന് ഔഷധം ഉണ്ടാകും. ഡോക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ? അയാൾ മരുന്നുടിച്ചു, അയാളെ രോഗം മാറി, അയാൾ തിരിച്ചു വന്നു. ഞാൻ അത് പറഞ്ഞ എന്തിനറിയോ സുഹൃത്തുക്കളെ? ഈ ഞരമ്പ് ആ സുഹൃത്തിന് മാത്രമല്ലല്ലോ ഉള്ളത്, എനിക്കും നോക്കുക ഉണ്ടല്ലോ. നാളെ ഇത് വളരാമല്ലോ. ഇത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ മറ്റന്നാൾ 8 മണിക്ക് ഇങ്ങനെ നമ്മളെ കുളിപ്പിക്കാൻ കിടക്കുമ്പോ ഇങ്ങനെ എണീപ്പിച്ചിരുത്തിയിട്ട് വയറുമ നല്ലോ അമർത്തിയിട്ട് വയറ്റിലുള്ളത് കളഞ്ഞിട്ട് കഴുകിയിട്ട് കുളിപ്പിച്ചിട്ട് മണ്ണിൽ കൊണ്ടുപോയി വെച്ചിട്ട് 1000 കീടങ്ങൾക്ക് പുഴുക്കൾക്ക് തിന്നാനുള്ള അന്നമാണ് ഞാൻ. പിന്നെ എവിടേക്കാണ് ഞാൻ എന്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നതിനെ കൊണ്ടുപോകുന്നത് എന്ന ആത്മാർത്ഥമായ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാൽ അയാളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ബ്ലഡ് നിൽക്കണമെങ്കിൽ വലിയ സംഖ്യന്റെ ഇഞ്ചക്ഷൻ കൊടുക്കണം. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ആരൊക്കെ ഇടപെട്ടു. അപ്പോ അയാൾ പറഞ്ഞൊരു കമന്റ് ഉണ്ട്,
ഈ പറയണതൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളി. ആത്മാർത്ഥമായി രാത്രി 12 മണിക്ക് പോസ്റ്റർ ഒട്ടിക്കുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരെ കുറിച്ചാണ്. നിങ്ങൾക്ക് പേരറിയാത്ത, നമുക്ക് പേരറിയാത്ത ഈ തൗഹീദിനു വേണ്ടി നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. അവർക്കൊക്കെ അള്ളാഹു ശിഫായിനെയും ശമനത്തെയും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അയാൾ ലാസ്റ്റ് പറഞ്ഞൊരു കമന്റ് ഉണ്ട്. സങ്കടം എന്താ അറിയോ? എന്റെ ഭാര്യയുമായുള്ള ഇന്റർകോഴ്സസിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങൾ എനിക്ക് ഫീൽ ചെയ്യണത് ഞാന് എന്റെ നെഞ്ചിൽ ആരോ കത്തി കുത്തി ഇറക്കണ പോലെയാണ്. എന്റെ നെഞ്ചിൽ ആരോ ഒരു കത്തി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇറക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണം. അത്ര വേദനയാണ്, അത്ര പെയിനാണ്. നമുക്ക് ലോകത്തെ ഏറ്റവും മാധുര്യം തരുന്ന കാര്യമാണത്. ആ കാര്യം അയാൾക്ക് ഫീൽ ചെയ്യണതോ ഏറ്റവും വലിയ വേദനയായിട്ടാണ്. അതുകൊണ്ട് മാരക രോഗങ്ങൾ മുന്നിലുണ്ട്. മറ്റൊരാളുടെ പേരിൽ പറഞ്ഞു കേട്ടിരുന്ന രോഗം, മറ്റൊരാളെ സന്ദർശിച്ചിരുന്ന രോഗം, അയാളെ കൈ പിടിച്ചിട്ട് സാരല്ല ഒക്കെ മാറിക്കൊള്ളുന്നേ മറ്റൊരുത്തനെ ആശ്വസിപ്പിച്ച രോഗം നമുക്ക് വരുമ്പോൾ ആശ്വാസവരികൾ ചിലപ്പോ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരൂല. ചിലപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരൂല. ചില കാഴ്ചകൾ കാണുമ്പോൾ ആ കുട്ടിന്റെ കട്ടിലിന്റെ താഴെ ഒരു പന്ത്. ഞാൻ എന്റെ ഉമ്മനോട് ചോദിച്ചു, ക്യാൻസറാണ് അവന്, ക്യാൻസറാണ്, വയസ്സ് 13-14 ആയിട്ടുള്ളൂ. എന്തേന്ന് വെച്ചാൽ ഓന് പന്ത് കളി ഭയങ്കര ഇഷ്ടാ. പന്ത് കളി അവന് ഭയങ്കര ഇഷ്ടാണ്. അപ്പോ അവനോടങ്ങനെ സംസാരിച്ചു. അവനെ പരിചയപ്പെടാനുള്ള കാരണം അവന്റെ കാലില് വലിയൊരു ഒരു നൂല് ഇങ്ങനെ സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഒരു നൂല്. അപ്പൊ അങ്ങനെ അവനങ്ങനെ പിന്തുടർന്ന് പോയി കണ്ട് അവന്റെ റൂം കണ്ടെത്തിയതിന്റെ ശേഷം ചെന്നപ്പോഴാണ് അത് കാണുന്നത്. അപ്പോ അവനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ അവന്റെ ചോദ്യം എന്താ അറിയോ? എനിക്കത് എന്റെ മോൻ ഇങ്ങനെ ആ കട്ടിലിൽ കിടന്നിട്ട് ചോദിക്കണ പോലെ തോന്നിയത്. അല്ല ഉസ്താദേ, ഈ മിംസിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാല്, പുറത്തേക്ക് നോക്കിയാല്, റൂമിന്റെ ജനൽക്ക് കൂടെ നോക്കിയാല് ഗ്രൗണ്ട് കാണുന്ന വല്ല സ്ഥലമുണ്ടോ? ആ കുട്ടിയുടെ മനസ്സ് മുഴുവൻ ഗ്രൗണ്ടിലാ. വയസ്സ് 13 ആയിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, അവനിനി ഗ്രൗണ്ടിലേക്കില്ല. മെഡിക്കലി അവൻ 4th സ്റ്റേജിൽ നിൽക്കുന്ന ക്യാൻസർ പേഷ്യന്റാണ്. മനസ്സിലായോ? അവൻ 4th സ്റ്റേജിൽ നിൽക്കുന്ന ക്യാൻസർ പേഷ്യന്റാണ്. അവനിനി പന്ത് തട്ടില്ല. അതുകൊണ്ട് രോഗങ്ങളും പ്രതിസന്ധികളും മുന്നിലുണ്ട് എന്നത് സുഹൃത്തുക്കളെ നമ്മൾ ഓർത്തുകൊണ്ട് വേണം പോകാൻ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ബഖീഉൽ ഖർഖദിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഫാത്തിമ ബീവി പെട്ടെന്ന് നഷ്ടപ്പെട്ട ഭാര്യ, എന്റെ ദുഃഖം ഉണ്ടാകും. അവരെ ഖബർ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോ ആ ഇദ്ഹർ പുല്ലുകൾ വകഞ്ഞു നീക്കി അതിന്റെ ഇടയിൽ നിന്നിട്ട് അലി ബിൻ അബി ത്വാലിബ് എന്ന ആജാനബാഹുവായ മനുഷ്യൻ, ശത്രു സൈന്യങ്ങൾക്ക് മുന്നിൽ ഉജ്ജ്വലമായി പോരാടിയ ധീര പോരാളി, പ്രതിസന്ധികളെ അതിജീവിച്ച മനുഷ്യൻ, അയാൾ തളർന്നവശനായി കുഴഞ്ഞു പറയുന്ന ഒരു വാചകത്തിന്റെ ആശയം എന്താ അറിയോ? ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളെ ഭർത്താക്കന്മാര് നിങ്ങൾ മരിച്ചതിന് ശേഷം വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങുന്ന റൂമിൽ നിങ്ങളുടെ ബെഡിൽ വേറൊരു പെണ്ണ് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളെ സ്ഥിതി ഇതാണെങ്കിൽ ഭർത്താക്കന്മാരെ, അവള് വേറെ കല്യാണം കഴിച്ചു. നിങ്ങൾ ആസ്വദിച്ച മേനി വേറെ ഒരു പുരുഷൻ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ മക്കൾ അവര് വലിയ തിരക്കിലും വലിയ ലോകത്തൊക്കെയാണ്. നിങ്ങളെ വീട് ഉണ്ടാക്കിയ തറവാട് വീട് പൊളിച്ചിട്ട് അവനിപ്പോ വേറെ വീടുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ പേരിൽ ഒരു ഫിൽസ് പോലും ലോകത്തില്ല. 28 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിന്റെ പ്രതിഫലനമായി നിങ്ങൾക്ക് കിട്ടിയ സമ്പാദ്യമില്ലേ? ശരിയാ, കോളേജുകൾ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഒരു സെന്റിന്റെ എമൗണ്ട് നിങ്ങളെ കയ്യിൽ നിന്ന് പോയില്ല. സ്ത്രീകളെ, നിങ്ങളുടെ കൈകളിൽ കിടക്കണ വളല്ലേ, കാതിൽ കിടക്കണ സാധനല്ലേ? ദാവാ സംവിധാനങ്ങൾ പ്രതിസന്ധിയിൽ കുടുങ്ങിയതറിഞ്ഞിട്ടും ആയിരക്കണക്കിന് ഉലമാക്കളെ ചരിത്രത്തിൽ സൃഷ്ടിക്കേണ്ട ദാവാ കോളേജിന്റെ ഫണ്ട് പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞപ്പോഴും ഒരു വള ഊരിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ മരിച്ചതിന്റെ ശേഷം മക്കളെ തമ്മിൽ തെറ്റിയത് ഈ വളന്റെ പേരില എന്ന ആശയമാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവരിത് കേട്ടിരുന്നെങ്കിൽ അവർ പറയായിരുന്നു, അലി ഇതൊന്നും വലിയ കാര്യമല്ല, മക്കള് ഭാര്യ കുടുംബത്തൊന്നും വലിയ കാര്യമല്ല, ഞാൻ തഖ്വയുള്ളവനായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതുണ്ടാകുന്നേ അവരവിടുന്ന് ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു എന്നാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇത്തരം പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് ആലോചിക്കാൻ പറ്റണം. 5ാമത്തെ കാര്യം എന്താ അറിയോ? ഊർജം ഉണ്ട്. ആ ഊർജത്തെ കൃത്യമായ നിലയ്ക്ക് വിനിയോഗിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. യുവാക്കൾക്ക് അവരുടെ ഊർജ്ജമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിലിങ്ങനെ ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളെ 2 കുട്ടികളെ മേൽ പെരുവടി, അവനപ്പുറത്തെ ആ സാധനം വലിച്ചിടണം, ഈ സാധനം വലിച്ചിടണം. നിങ്ങള് അവനോട് ആ 5-6 വയസ്സുള്ള കുട്ടികളോട് ആ ഇരിക്കണ തേങ്ങ
അത് ഓരോന്നെടുത്തിട്ട് എന്നാ അവിടെ കൊണ്ടേട്ടാണ് അറിഞ്ഞാല് എത്ര നേരം സൈലന്റ് ആയിരിക്കും. എന്താ സംഭവിക്കണേ? അവർക്കൊരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം എവിടെങ്കിലും വിനിയോഗിക്കണം. അതങ്ങനെ ചിലപ്പോ ജനലിൽ ചില്ല് പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ പെങ്ങളെ നെഞ്ചത്ത് കുത്തിയിട്ട് അങ്ങനെ അടക്കണം. അതിനാണ് ഡൈവേർട്ട് ചെയ്യാൻ പറ്റണം. യുവാക്കൾക്ക് ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം യുവാക്കളെ, വിദ്യാർത്ഥികളെ, അത് ഗാനമേള സദസ്സുകളിൽ കൈയടിച്ച് തീർക്കാനും ഗാനങ്ങൾക്കും മ്യൂസിക്കിനും ഒപ്പിച്ച് പാദങ്ങൾ ചലിപ്പിച്ച് ചാടാനുമുള്ളതല്ല. ഫുട്ബോൾ ഗാലറികളിൽ ഇരുന്ന് കൂവി വിളിക്കാനുള്ളതല്ല. സിനിമാ തിയേറ്ററുകളിൽ ഇരുന്ന് ആർത്ത് വിളിക്കാനുള്ളതല്ല. അതുമല്ലെങ്കിൽ ആരുമില്ലാത്ത പുഴയോരങ്ങളിൽ പോയി കോഴി ചുട്ട് തീർക്കാനുള്ളതല്ല. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ കൂലിത്തല്ലുകാരനായി തെരുവിൽ തല്ലിമരിക്കാനുള്ളതല്ല. ക്യാരംസ് ബോർഡുകളുടെയും ചെസ് ബോർഡുകളുടെയും മിനി സ്ക്രീനുകളുടെയും ഇന്റർനെറ്റിലെ സെർച്ച് എഞ്ചിനിന്റെ ഇത്തിരി പോന്ന ഹോൾസിന്റെയും അതേപോലെ തന്നെ വിരലുകൾ തപ്പി അന്വേഷിച്ചെത്തുന്ന ഈ കീബോർഡുകളിലെ വരികളിൽ നിന്ന് പിന്നെ വരികൾ കൊണ്ട് സൃഷ്ടിക്കുന്ന കാഴ്ചകളുടെയും ലോകത്ത് ചെലവാക്കാനുള്ളതല്ല. ഷുഗറില്ലാത്ത ശരീരം, പ്രഷറില്ലാത്ത ശരീരം, പ്രതികരിക്കുന്ന ശരീരം, പാറി നടക്കാവുന്ന ശരീരം, ബൈക്കിന്റെ കിക്കറടിക്കാവുന്ന ശരീരം. ആ ആരോഗ്യത്തെ ആവശ്യമുണ്ട്. ആർക്ക്? ലോകാനുഗ്രഹിയായ ഒരു മനുഷ്യന്, ലോകത്തെ അനുഗ്രഹിക്കാൻ വന്നൊരു മനുഷ്യന്, ലോകത്തെ വെളിച്ചം പഠിപ്പിക്കാൻ വന്നൊരു മനുഷ്യന് തന്റെ കുഞ്ഞായ നാളിൽ ഗർഭാശയത്തിലിരിക്കെ പിതാവിനെയും 6-ാം വയസ്സിൽ മടിയിൽ കിടന്ന് ഉമ്മ മരിക്കുമ്പോൾ ഉമ്മച്ചി മരിക്കുകയാണെന്നറിയാത്ത ജീവിത സാഹചര്യത്തിൽ ഉമ്മനെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് സ്വന്തം ജീവിതായോധനം തേടേണ്ടി വന്നപ്പോൾ നൂറുകണക്കിന് ആട്ടിൻകൂട്ടങ്ങൾക്ക് പിന്നാലെ ചുട്ടി കത്തിജ്വലിക്കുന്ന ആകാശത്തെ സൂര്യന്റെ കീഴിൽ ആ ആടിനെ നോക്കേണ്ടി വന്ന പ്രവാചക തിരുമേനിക്ക് ഉക്കാല ചന്തയിലെ ഷാമിലെ കച്ചവട കേന്ദ്രങ്ങളിൽ ഈത്തപ്പന നാരുകൾ കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ കൊട്ടയിൽ ഈത്തപ്പഴമേറ്റി ഈത്തപ്പഴം വേണോ, ഈത്തപ്പഴം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് കച്ചവടം നടത്തേണ്ട ജീവിത പ്രതിസന്ധി വന്നൊരു മനുഷ്യന് അതിന്റെയും അപ്പുറത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു രാത്രിയിൽ ശത്രുവിന്റെ കത്തിമുനകളിൽ നിന്ന് പലായനത്തിന്റെ, പ്രവാസത്തിന്റെ, പ്രതിഷേധത്തിന്റെ, പ്രതിസന്ധികളുടെ ആ അഗാധഗർത്തങ്ങളിൽ നിന്ന് വിമോചനം നേടി യാത്ര പുറപ്പെട്ട ഒരു മനുഷ്യന് നമ്മൾ ആവശ്യമുണ്ട്. എന്തിനെന്നറിയോ? എന്റെ നബി ലൈംഗിക രംഗത്ത് ശുദ്ധിയില്ലാത്തവനാണെന്ന് വിശ്വസിക്കുന്നവരെ അത് ശരിയല്ലെന്ന് പറയാൻ, എന്റെ പ്രവാചകനാണ് ലോകത്ത് പൊട്ടുന്ന ബോംബുകളുടെ കാരണക്കാരെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെ അത് ശരിയല്ലെന്ന് പറയാൻ, പൂജാ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ, കുരിശുമരങ്ങൾക്ക് മുന്നിൽ, ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന ജനങ്ങളെ, പൂജാ വിഗ്രഹത്തെ നിങ്ങൾ കൊത്തിയുണ്ടാക്കിയ കല്ലിനെ പടച്ച, ഛായാചിത്രങ്ങളെ വരച്ചുണ്ടാക്കിയ ചിത്രകാരന്റെ കൈകളെയും ചിന്തയെയും പടച്ച ഉന്നതങ്ങളിൽ ഉള്ള എന്നെന്നും ജീവിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത രക്ഷിതാവിനെ ആരാധിക്കണേ എന്ന് പറയാൻ, അതിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ, അതിന്റെ CD കൊടുക്കാൻ അതിനാവശ്യമുണ്ട്. ആ ഊർജത്തെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യണം. ദഅ്വാരംഗത്ത് ഇടപെടുന്ന ഒരാൾക്ക്, ഒരു കുട്ടിക്ക് പിന്നെ എവിടെ ചാൻസ്? നമ്മളെന്താ പറയാ, നമ്മളൊരു പ്രശ്നം ഞാൻ പച്ചക്ക് പറയണം. എന്താ വെച്ചാല്, മോനെ ഒന്ന് സിയാറിക്ക് വിടണം, അല്ലെങ്കിൽ ഓൻ ഇന്നതിന് വിടണം. ഓന് ട്യൂഷനാ, ഓന് 12-ാം തീയതി മറ്റേ എക്സാമാ, 22-ാം തീയതി ഈ എക്സാമാ, ഓനല്ലെങ്കിലേ പോകാൻ താല്പര്യമല്ല. വാപ്പാന്റെ ഇമ്മാന്റെയും വക ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഞാൻ സംസാരിക്കുന്ന എവിടെ? നിങ്ങള് ചെങ്കോട്ടിയാണ്. ഇവിടെ എനിക്ക് ഒരു ആത്മമിത്രത്തെ അനുസ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് ആയിരങ്ങൾ അവന് വേണ്ടി MSMന്റെ ഭാരവാഹികളും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവനവന്റെ ഖബറിൽ ഉജ്ജ്വലമായി ഖബറിന്റെ ലോകത്ത് ജീവിക്കുന്നുണ്ടാകും ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടുന്ന് കുറച്ചാണ്ട് പോയാല് അല്ലെ, ഇവിടെയാണ് മൻസൂറിന്റെ വീട്. മൻസൂറിന്റെ കുടുംബമോ ബന്ധുക്കളോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഓർമ്മകൾ കൊണ്ട് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയല്ല. ഞാൻ പറയാ, ട്യൂഷനും സർട്ടിഫിക്കറ്റും MBBS-ഉം ഒക്കെ വല്ലാത്ത സംഭവമായി കാണുന്ന രക്ഷിതാക്കളോടെ ആ കോഴ്സിന്റെ മധ്യത്തിലും പോയ ഒന്നും ഉണ്ടാവില്ല. വെന്നിയൂരില് ഒരു ലോറിന്റെ താഴെ മൻസൂർ അവസാനിക്കുന്നിടത്ത് നിന്ന് വേണം നമ്മുടെ ചിന്ത ആരംഭിക്കാൻ, അല്ലേ? മൻസൂറിന്റെ ഉമ്മ വന്നപ്പോ അവരെ പഠിപ്പിക്കുക ചെയ്ത നമ്മുടെ ഒരു പണ്ഡിതന്റെ കൂടെ അവരെ വീട് ഞാൻ സന്ദർശിച്ചിരുന്നു. അന്നേ അവര് പറഞ്ഞൊരു വാചകം വല്ലാതെ മനസ്സിലുണ്ട്. ആ വാചകം എന്താ അറിയോ? എന്റെ മോനെ പോണ സമയത്ത് വേണ്ടതൊക്കെ എനിക്ക് എഴുതി തന്നു, കൊണ്ടുവരാൻ വേണ്ടതൊക്കെ. അവസാനം ഉമ്മച്ചൊരു ചോക്ലേറ്റ് കൊണ്ടുവരണം എന്ന് എഴുതി തന്നു, അല്ലേ? എന്നിട്ടവർ മുഖം പൊത്തി കരഞ്ഞു.
ആ ഇരിക്കണ ഇരുത്തത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, ആ ചോക്ലേറ്റ് ഈ ഉമ്മച്ചിക്ക് എന്റെ സുഹൃത്തിന് നാളെ പരലോകത്ത് കൊടുക്കാനുള്ള തോഫീക്ക് ഉണ്ടാകട്ടെ. ബന്ധങ്ങൾക്ക് ആത്മശക്തി വരാനുള്ള കാരണം എന്താ അറിയോ? ജീവിതത്തിൽ 1, 2, 3, 4 തവണ മാത്രമേ ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആ ബന്ധത്തിന് ആത്മശക്തി വരാനൊരു കാരണമുണ്ട്. ആലുവയിൽ MSMന്റെ പ്രൊഫ്കോൺ നടക്കുമ്പോ ആലുവ പുഴയോരത്ത് അന്ന് നമ്മൾ വളർന്നിട്ടില്ല, ഒരു ചെറിയ പന്തലിൽ പ്രൊഫ്കോൺ നടക്കുമ്പോ അന്ന് വെള്ളിയാഴ്ച എല്ലാവരും പോയി കടന്നതിന് ശേഷം ഒരു കുട്ടി കസേരയിലിരുന്ന് അങ്ങനെ കരയുന്നു. അവനെ ബഹുമാനായ ജേഷ്ഠ സുഹൃത്ത് ജമാൽ ചെറുവാടി കൊണ്ടുപോയി സംസാരിച്ചു. അതിനാണ് കൗൺസിലിംഗ് എന്നറിയാം അല്ലെ. അവന്റെ മനസ്സിലുള്ള ഒരു വിഷമം തീർത്തു കൊടുക്കണ നിലക്ക് അവനെ സംസാരിക്കുന്നതാണ് കൗൺസിലിംഗ് എന്നറിയാം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞ വേറെന്തോ സംഭവം എന്ന് കാര്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അഫവൻ ഇവർക്ക് അറിയില്ല. മരത്തിന്റെ കൊമ്പിൽ ഇത്തിരി പോന്ന ഒരു നൂലിൽ, ഒരു ചരടിൽ ആടിത്തൂങ്ങേണ്ട പലരെയും രക്ഷിച്ച പ്രവർത്തനാണത്. നമ്മളാരും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അപ്പോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അവന്റെ പ്രശ്നം എന്താ അറിയോ? ഉമ്മാനെ കാണാൻ പറ്റിയിട്ട് കാര്യമല്ല. അവന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ബസ്സിൽ കുറെ കുട്ടികളെ കൊണ്ടുവന്നത് എന്തിനറിയും? കൊണ്ടുവന്നത് അവൻ പ്രോഫ്കോണിന് വന്നപ്പോഴാണ് അവൻ നന്നായത്. അതേപോലെ എല്ലാവരും നന്നായാല് എല്ലാ റൂമിലും തഹജ്ജുദൊക്കെ നിസ്കരിക്കണവരുണ്ടെങ്കിൽ അല്ലെ ക്യാമ്പസ് ഉണ്ട് നന്നാവൂലേ, അതിന്റെ കൂലി എനിക്ക് കിട്ടൂലേ. പക്ഷെ വന്ന കുറെ കുട്ടികൾ നേരെ എറണാകുളത്ത് ഒരു വാട്ടർ തീം പാർക്കിലേക്ക് പോയി. അതിന്റെ സങ്കടം സഹിക്കാത്ത കരയാണ്. അവിടെ ആ കണ്ണീരിറ്റ് വീണ ഒരു കാരണം ഉണ്ടല്ലോ, ആ കാരണത്തെയാണ് നമ്മൾ സ്നേഹിച്ചത്. ആ കുട്ടി അവനെ നല്ല മാർക്കോടുകൂടെ SSLC പാസ്സായാലാണ്, +2 പാസ്സായാലാണ്. ഒരു കാര്യം ഉറപ്പാണല്ലോ, അവന്റെ വീട്ടിലെ അവന്റെ റൂമിലെ ലൈറ്റ് മാത്രം അണഞ്ഞിട്ടുണ്ടാവില്ലല്ലോ സുഹൃത്തുക്കളെ. കുറെ ദിവസം അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആർക്കും ഉപകരിക്കുക? അതുകൊണ്ടേ നമ്മളെ കുട്ടിയൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടണം. അവരെ ഊർജത്തെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കണം. ഇവിടെ ഇൻസൈറ്റിന്റെ കൗണ്ടർ കൂടെ മറ്റേ ആ തൊപ്പി വെച്ചിട്ട് ഓൻ തോളിൽ തൊട്ടിട്ട് ഓടട്ടെ, ഒന്നും പറ്റൂല. എന്റെ സുഹൃത്ത് അജ്മൽ ഇവിടെയാണ്, ഐഐടിയിൽ ഉന്നതമായ പഠനം നടത്തുന്ന അജ്മലിന് 13ാം റാങ്ക് കിട്ടിയപ്പോ ഞങ്ങളൊക്കെ അനുസ്മരിച്ചൊരു കാര്യമുണ്ട്. എന്താ അറിയോ? ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും എന്നുള്ളതിന്റെ ഗിഫ്റ്റാണത്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും എന്നതിന്റെ ഗിഫ്റ്റാണത്. ഇവിടെ നമ്മളെ ഇസ്ലാഹിയ പബ്ലിക് സ്കൂളിലെ MSMന്റെ റിലീജിയസ് സ്കൂൾ നടക്കുമ്പോ, റിലീജിയസ് സ്കൂളിൽ 10ാം ക്ലാസ്സിലുള്ള കുട്ടികള് അവർക്ക് വേണ്ടി നടത്തിയ ക്യാമ്പിൽ അവർ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം അതിന്റെ വേസ്റ്റ് ഇങ്ങനെ ചമച്ച് തുപ്പിയത് ഇങ്ങനെ പ്ലേറ്റ് കൊണ്ടെടുക്കണ ഞാൻ ശരിക്കും കാണുന്നുണ്ട്. ഒരിക്കലും എന്റെ ഈ സംഭാഷണം അവന്റെ വ്യക്തിത്വത്തെയോ ഈമാനിനെയോ മറ്റു കാര്യങ്ങളോ റിയായിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉറപ്പ് കൊടുക്കാതിരിക്കുമാറാകട്ടെ. ഞാനൊരു പാഠം എന്ന നിലക്ക് മാത്രമാണ് പറയുന്നത്. അങ്ങനെ അവനെ ആദരിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു വരിയുണ്ട്, 22 ക്യാരറ്റ്, അതാണ് യാഥാർത്ഥ്യം. അവൻ പറഞ്ഞത്, നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നതല്ല പ്രശ്നം, നിങ്ങൾ പഠിക്കുന്ന മണിക്കൂറുകളിൽ ആ പഠിക്കുന്ന മണിക്കൂറുകളിലുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമോ എന്നുള്ളതാണ് പ്രശ്നം. 1. 2, നിങ്ങൾക്ക് കിട്ടുന്ന 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്ര എഴുതാനും തെളിയിക്കാനും കഴിയുന്നുള്ളതാണ് അടുത്ത പ്രശ്നം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് അമിതമായ പരീക്ഷ പേടി ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സംവിധാനങ്ങളിലേക്ക് കുട്ടികളെ വിടാതിരിക്കരുത്. ബാക്കി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് സമയം അനുവദിക്കുകയാണെങ്കിൽ, എനിക്ക് പറയാൻ പഠിച്ച തോഫീക്ക് തരികയാണെങ്കിൽ, ഞാൻ പറയുന്ന ആശയത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കേണ്ടി വരും ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ യുവതയുടെ ഊർജത്തെ തിരിച്ചുവിടേണ്ടതുണ്ട്. ആ യുവതയുടെ ഊർജത്തെ തിരിച്ചുവിടേണ്ടത് ഗോദ്രയിൽ നടന്ന കാര്യങ്ങളുടെ തുടർച്ചയായി ഗുജറാത്ത് കത്തിയപ്പോൾ അതിൽ നിന്ന് ഒപ്പിയെടുത്ത 3, 4, 5 മിനിറ്റുകൾ സീഡിയാക്കി ചെറുപ്പക്കാരന്റെ മുന്നിൽ വിസ്തരിച്ചു കൊടുത്ത്, എന്നിട്ട് ബദർ യുദ്ധത്തിന്റെ കഥയും പറഞ്ഞ് കയ്യിൽ കത്തിയും കൊടുത്ത് അമുസ്ലിം സുഹൃത്തിന്റെ നെഞ്ചകം പിളർക്കാനുള്ള അജണ്ടകളിലേക്കല്ല യുവത്വത്തിന്റെ കരുത്തിനെ തിരിച്ചുവിടേണ്ടത്. പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ഇറങ്ങിയ സിനിമയുടെ കർത്താവ്, അദ്ദേഹം ഹറം ഇമാമിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്. പ്രവാചകനെ വിമർശിച്ച ചോദ്യപേപ്പർ ഉണ്ടാക്കിയ വ്യക്തിയുടെ കൈവെട്ടിയവരാലോചിക്കുക. നിങ്ങളെപ്പോലത്തെ ഏതെങ്കിലും ഒരു അവിവേകി പ്രവാചകനെ വിമർശിച്ച് അതിലേറെ ക്രൂരമായ അതിലെ 1/2 മിനിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. 1/2 മിനിറ്റ് അതിന്റെ ട്രയൽ വെർഷൻ ഒരു കുട്ടിയെ എന്റെ മൊബൈൽ എടുത്ത് കാണിച്ചെന്ന ഒരിക്കലും മനസ്സിന് ആ ചിത്രം പോയിട്ടില്ല. മനസ്സിൽ ഉയർന്നു പൊങ്ങിയ വികാരം ഒരുപക്ഷെ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അത്ര വൃത്തികെട്ട നിലയ്ക്ക് പ്രവാചകനെ ചിത്രീകരിക്കുന്നുണ്ട്. കാണാൻ ഒരിക്കലും ഒരു മുസ്ലിമിന് പറ്റാത്ത കാഴ്ചയാണത്. കണ്ടുപോയി, ഇനി എന്ത് ചെയ്യും?
കണ്ടുപോയി. അത്ര വൃത്തികെട്ട രംഗമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിത്രീകരിക്കുന്ന. ഞാൻ ചോദിക്കട്ടെ, അവിടെ അയാളെ കയ്യോ കാലോ ഒക്കെ വെട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഹറം ഇമാം സുദൈസിന്റെ അരികിൽ പോയി ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ലോക മുസ്ലിം സമൂഹത്തോട് മാപ്പ് ചോദിക്കും മുമ്പ് തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനോട് മാപ്പ് ചോദിച്ച അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നവനാക്കി അയാളെ മാറ്റിയത് എന്താണോ ആ പണിക്ക് നമുക്ക് ഇവിടെ ആളാവശ്യമുണ്ട്. ഇത്രയും കാലം ഒരു സീഡിയും കൂടിയും കൊടുക്കാത്തവർ എന്റെ പ്രസംഗം കേൾക്കണില്ലേ? എന്റെ നബി ലൈംഗിക രംഗത്ത് തെറ്റുള്ളവനല്ല എന്ന് സ്വന്തം കൂട്ടുകാരനോട്, സ്വന്തം ബിസിനസ് പങ്കാളിയോട്, സ്വന്തം വീട്ടിലെ കക്കൂസ് കഴുകുന്ന പെണ്ണിനോട് നമ്മൾ പറഞ്ഞിട്ടില്ല? ഇല്ല, ഉറപ്പാണ്. എങ്കിൽ തിരുത്തുക സുഹൃത്തുക്കളെ. എന്റെ പ്രവാചകൻ ആദ്യം കല്യാണം കഴിച്ചത് എന്റെ പ്രവാചകനെക്കാളും പ്രായമുള്ള ഒരു സ്ത്രീയെയാണ്. ശരീരത്തിലെ സൗന്ദര്യങ്ങൾ മരിച്ചു തുടങ്ങിയ ഖദീജ ബീവിയെ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന തിരുനബി അടുത്തത് കല്യാണം കഴിച്ചത് ഉമ്മു സലമയെയാണ്. അല്ലെ? ഉമ്മു സലമ ബീവി അവര് വിധവയായിരുന്നു. അബൂ സലമയുടെ മരണക്കട്ടിലിന്റെ അരികിൽ ഏങ്ങലടിച്ച് കരയുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഹൃദയത്തിൽ തോന്നിയ സഹതാപത്തിൽ നിന്ന് കടന്നു വന്ന അടുത്ത സ്ത്രീയും യുവതിയല്ല, കന്യകയല്ല, ജസീറത്തുൽ അറബിലെ ഏത് സുന്ദരിയെ വേണമെങ്കിലും തന്റെ കുടുംബ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഇടമുണ്ടായിട്ട് എന്റെ റസൂലുള്ളാഹ് വിധവകളുടെ കൂടെ ജീവിതം ചെലവിട്ടപ്പോൾ ഒരിക്കലെങ്കിലും ലൈംഗിക രംഗത്ത് കൂലങ്കഷമായ ചർച്ചകൾ നടത്തിയിട്ടും ഒരു മിസ്റ്റേക്ക് പോലും, ഒരു സംശയം പോലും ആർക്കും പറയാൻ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയണം. തീവ്രവാദത്തിന്റെ പ്രതീകമായി പ്രവാചകനെ വിശ്വസിക്കുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി ഇസ്ലാം സ്വീകരിച്ചപ്പോ അവന്റെ അമ്മ അവനോട് ലാസ്റ്റ് പറഞ്ഞ കമന്റ് എന്താ അറിയോ? നീ ഇസ്ലാമല്ലാത്ത ഏത് മതം സ്വീകരിച്ചോ, കാരണം എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ തീവ്രവാദി ആക്രമണത്തിൽ നിന്റെ തലയും ഒടലുമൊക്കെ വേറിട്ട് നീ മരിച്ചു കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റൂല. നീ മുസ്ലിം ആയാൽ അവസാനം നീ അങ്ങനെ തീവ്രവാദിയായിട്ട് മരിക്കുന്നതാണ്. മുസ്ലിം ആകാന്ന് പറഞ്ഞാൽ ഇതാന്നാ വിചാരിക്കണത്, അല്ലെ? മുസ്ലിം ആകാന്ന് പറഞ്ഞാൽ ഇത് എവിടെ? മറ്റേ ഡൽഹിയിലുള്ള ആളെ പറ്റിയല്ല പറയണേ, നിങ്ങൾ അയൽവക്കക്കാരനെ പറ്റിയാണ് ഞാനീ പറയുന്നത്. നമ്മളോടൊരു ചിരിക്കുന്നുണ്ട്, ശരിയാ, പക്ഷെ അവനോട് കറക്റ്റ് തുറന്ന് സംസാരിച്ച് ഉള്ളെടുക്കാൻ പറ്റിയാൽ കേൾക്കണത് ഇങ്ങനത്തത് പലതുമായിരിക്കും. ഒരു സംശയമല്ല, ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ യുവാക്കളെ, നമ്മുടെ ഊർജത്തെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കൊടുക്കണതിന് പകരം ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുക. നമ്മുടെ അയൽപ്പക്കത്ത് ഒരാൾക്ക് രോഗമുണ്ട്, അയാളെ കിഡ്നി പോയി, അയാൾക്ക് ട്രീറ്റ്മെന്റിനുള്ള ക്യാഷ് ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. ഇതിനു വേണ്ടി ഓടണ ഒരാൾക്ക് എവിടെയാണ് സിനിമാ പോസ്റ്റർ നോക്കാൻ നേരം, കള്ളുടിക്കാൻ നേരം, വ്യഭിചരിക്കാൻ നേരം ഉണ്ടാവൂല. കാരണം അവൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ആളാണ്. അപ്പോ അതാണ് അഞ്ചാമത്തെ പരിഹാരം. ഞാൻ ചുരുക്കിക്കൊണ്ടിരട്ടെ. ആറാമത്തെ കാര്യം എന്താ അറിയങ്ങള്? ധാർമ്മിക ബോധം അഥവാ ദീനി വിജ്ഞാനം എന്നുള്ളതാണ്. എല്ലാറ്റിന്റെയും പരിഹാരം അതാണ്, പഠിക്കാന്നുള്ളതാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹനെ പേടിക്കുന്നത് അവന്റെ യഥാർത്ഥ ദാസന്മാരാണ്, യഥാർത്ഥ അടിമകളാണെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധാർമ്മിക രംഗത്ത് കൊടുത്തേ പറ്റൂ. ചെറിയ കുട്ടികൾ, ഇപ്പോ ഒരു സ്കൂളിലെ, എന്റെ സ്കൂളിലെ ഒരു കുട്ടി 5ാം ക്ലാസ് മുതൽ അതേ സ്കൂളിൽ പഠിക്കുന്ന വേറൊരു കുട്ടിനോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഞാൻ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകനൊന്നല്ല, ഈ യു പി സ്കൂളിലെ മാഷാണ്. നിങ്ങൾ അങ്ങനെ ബേജാറുണ്ട? യു പി സ്കൂളിലെ 5ാം ക്ലാസ്സുകാരൻ 5, 6, 7 ക്ലാസ്സുകളിൽ തുടർച്ചയായിട്ട് അവന്റെ ക്ലാസ് പഠിക്കണ വേറൊരു കുട്ടിനോട് പ്രണയാഭ്യർത്ഥന നടത്തി. സ്വീകരിക്കാതിരുന്നപ്പോ ഓൻ പോയിട്ട് അവളെ സൈക്കിള് കത്തിച്ചു. 5ാം ക്ലാസ്സുകാരുടെ മനസ്സാത്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. മാസില്ലാത്തൊരു ദിവസം, ക്ലാസ് ടീച്ചറില്ലാത്ത ദിവസം ഇങ്ങനെ ഹാജർക്കാൻ വേണ്ടി അവിടെ പോയിരുന്ന, അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഒരു വിമാനം ഉണ്ടാക്കിയിട്ട് വേറൊരു കുട്ടിക്ക് ഇങ്ങനെ പറത്തി കൊടുത്തു. വിമാനം കറങ്ങി തിരിഞ്ഞ് എന്റെ മേശപ്പുറത്ത്. ഞാൻ നല്ല അടിപൊളി വിമാനം, എനിക്ക് വേണം, ഇന്ന് വീട്ടിൽ പോകാനാണ് റെഡി, ഞാൻ പോക്കറ്റിലിട്ട്. കുട്ടികളായിട്ട് നമ്മളൊരു ഇന്ററാക്ഷന്റെ ഭാഗം, സാറേ അതെടുക്കരുത് സാറേ, അല്ല അതെനിക്ക് വേണം, എനിക്കൊന്ന് വീട്ടിൽ പോകാൻ പൈസ ഒന്നുമില്ല, ഞാൻ എന്റെ ഫ്ലൈറ്റ് നമ്മളെ പോണേ. ഞാൻ അവൾക്ക് സന്തോഷമാക്കാൻ വേണ്ടി പറഞ്ഞ. അപ്പൊ അവള് സാറേ അത് വേണ്ട, എടുക്കണ്ട, എനിക്ക് വേണം, അതെനിക്ക് വേണം വിമാനം, വീട്ടിൽ പോകാൻ പറഞ്ഞു നോക്കി. അവസാനോടുള്ള പറഞ്ഞേ, ആ വിമാനം സാർ എടുത്താൽ എന്നെ പറ്റില്ല എല്ലാം നല്ല അഭിപ്രായം പോകും. എന്താ പ്രശ്നം അറിയങ്ങള്? കുറച്ചുകൂടി പിന്നിക്ക് വേണം. ഒരു ദിവസം നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചിങ്ങനെ വന്നപ്പോ ഹെഡ്മാസ്റ്റർ ഇപ്പുറത്തുണ്ട് 2-3 ആളും, ഇപ്പുറത്തുണ്ട് 2-3 ആളും, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2-3 കുട്ടികള്. അപ്പോ ഏത് സ്കൂളിലും അറബി മാഷാണ് ഇത്തരം കാര്യങ്ങളിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും കോടതിയും മറ്റേ എല്ലാതും. അപ്പൊ അതാ ഈ കേസൊന്ന് ഡീൽ ചെയ്താളിയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു നോക്കുമ്പോ എന്താ വെച്ചാല് ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്.
അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് ഒക്കെ ആയിക്കോട്ടെ സെറിഞ്ഞ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാ. അപ്പൊ ഈ കത്തിൽ അവസാനത്തെ വാചകം എന്താ അറിയും? അറബി സർ പറഞ്ഞാലും എഡ്മാഷ് പറഞ്ഞാലും നമ്മൾ പിരിയൂല. മനസ്സിലാകും? ഇവിടെയാണ് നമ്മളെ കുട്ടികളുള്ളത്. നമ്മൾ ഭയങ്കര ധാർമ്മികതയെ കുറിച്ച് ചർച്ച ചെയ്യാണ്. എന്താ ഡൽഹി പെൺകുട്ടിന്റെ വിഷയം അല്ലെ? നമ്മളെ കുട്ടിന്റെ വിഷയം അത്. ഞാൻ പറയാം, ആ ഏജ് ലെവലിലുള്ള ഒരു ഹൈസ്കൂൾ ഏജ് ലെവലിലുള്ള ഒരു കുട്ടിയെങ്കിലും ലൈംഗിക രംഗത്ത് വീഴ്ച പറ്റാത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. ഒറ്റ കുട്ടി. ഈ അടുത്ത കാലത്ത് നടന്നൊരു ക്യാമ്പില് ഞാൻ അങ്ങനെ ചോദിച്ചു, പിന്നെ ഇപ്പൊ നിങ്ങള് വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ കത്തുമ്പോ നിങ്ങളെ കൂട്ടത്തില് വെള്ളടിക്കണ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അപ്പൊ ഞമ്മക്ക് അവിടെ നമ്മളെ ഫ്രണ്ട് അങ്ങനെ ആയിപ്പോയി ഒരു ദിവസം പറ്റിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ ശേഷം ഞാൻ പ്രത്യേകിച്ച് അല്ല, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ വെള്ളടിക്കണ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് വെച്ചപ്പോ കുട്ടികൾ കയ്യൊക്കെ 11 ആള്. 50 ആളുള്ള സദസ്സെന്ന് 11 ആള്. 10ാം ക്ലാസ്സിലത്തെ കുട്ടികളാ. ഒറ്റ 9ാം ക്ലാസ് പറഞ്ഞതിലുള്ളൂ 50 ചില്ലാൻ ആളില്. അപ്പൊ ഇതൊരു പ്രശ്നമാണ് സുഹൃത്തുക്കളെ, വരും ഭാവി നേരിടുന്ന പ്രശ്നമാണ്. അപ്പൊ നമ്മള് ഭയങ്കര ഓനെ ഡോക്ടറൊക്കെ ആക്കണം എന്ന് വിചാരിച്ചാല് ഓനെ സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അല്ലെ, നഴ്സുമാരൊക്കെ ഇങ്ങനെ ജനറൽ വാർഡ് കൂടെ ഇങ്ങനെ പോണൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാൽ ഓൻ എങ്ങനെ വരിക അറിയോ? സ്റ്റെതസ്കോപ്പ് ഇട്ടിട്ടല്ല. ഇത് നമ്മൾ അറിയണം, വളരെ ഗൗരവത്തിൽ അറിയണം. അതുകൊണ്ട് കുട്ടിക്ക് കിട്ടേണ്ട പാഠങ്ങൾ കിട്ടണം. തൊട്ടിലാട്ടുന്ന പ്രായം മുതൽക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണം. അത് നമ്മൾ ികളിൽ നിന്നാണ് അത് പഠിക്കേണ്ടത്. അതങ്ങനെ പഠിച്ച് ഓൻ റെഡിയായി വന്നാൽ തന്നെ ബുദ്ധിമുട്ടാ ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ വേണം. ചെറിയ പ്രായം നമ്മളിപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് ആലോചിക്കുക. 10ാം ക്ലാസ്സിൽ നിന്ന് മോനെ കുരുത്തക്കേട് കെട്ടി പിടിച്ച് ഹെഡ്മാഷ് നമ്മളെ വിളിപ്പിച്ച് നമ്മളെ മോനെ ഇങ്ങനെ തലയും താത്തി നിൽക്കുക. നമ്മൾ ഹെഡ്മാഷ് മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോഴാണ് ഇവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണല്ലോ എന്ന് ആലോചിക്കുക. ഇത് ഗർഭാശയം മുതൽക്ക് തുടങ്ങേണ്ട പണിയാ. ഗർഭാശയ ഭിത്തിയിൽ കുഞ്ഞ് രൂപപ്പെടണം മുതൽക്ക് തുടങ്ങേണ്ട പണിയാണ് അല്ലെ? ഏറ്റവും പുതിയ ശാസ്ത്രീയ പഠനം അനുസരിച്ച് 0 to 12 വയസ്സുവരെയുള്ള കാലത്തിന്റെ ഇടയ്ക്ക് ഒരു കുട്ടിന്റെ ബ്രെയിൻ ഡെവലപ്പ് ആകുന്നെന്നും അതിന്റെ ശേഷം അതിൽ കാര്യമായൊന്നും ഉണ്ടാകുന്നില്ല എന്നും അവിടെ കിട്ടുന്ന ഫീഡ്ബാക്കുകൾ, അവിടെ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പിന്നെ ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടണമെന്നാണ്. അവിടെ മുതൽ ആരംഭിക്കേണ്ട ഒരു പ്രക്രിയ. ഓന് ബോധമൊക്കെ വന്ന് നമ്മൾ സാധാരണ പറയണമാതിരി ഓൻ സുക്കൂറിന്റെ പാന്റൊക്കെ ഇട്ട് ഓൻ ഇവിടെ മറ്റേ അങ്ങനെ കൃതാവൊക്കെ കൂർപ്പിച്ച് മുടിവിടൊക്കെ ചെത്തി നാശായിന്റെ ശേഷമാണ് ഓനെ നന്നാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഓന് കളിച്ചങ്ങാടത്തിന് എനിക്കവിടെ ഷോപ്പുണ്ട്, നിങ്ങളെ ഷോപ്പ് ഷട്ടറിന് താത്തിയിട്ട് ഓനെ കൊണ്ടാക്കി കൊടുത്താളി. അവന് ഒരു ക്യാമ്പ് ക്ലാസ് ഉണ്ട്, 2500 റുപ്യ ഇപ്പൊ കൊടുത്താൽ 2500. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഏതെങ്കിലും ഡ്രഗ് അഡിക്ഷൻ സെന്ററിൽ കൊടുക്കേണ്ട 25,000 പകരമാണ് കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ വിഷയമല്ല. മദ്രസ അതിങ്ങനെ ഒളിഞ്ഞു പൊളിഞ്ഞ് കുറച്ച് പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം അവർക്കൊക്കെ ഉണ്ടാകട്ടെ. വിവാഹം കഴിക്കാത്ത കുറച്ച് സ്ത്രീകളുള്ളതുകൊണ്ട് നടന്നു പോണ സാഹചര്യം ആകരുത്. അള്ളാഹു അങ്ങനെയുള്ള നമ്മുടെ എല്ലാ സഹോദരിമാർക്കും അവരുടെ വിവാഹം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഇത് ഗൗരവത്തിൽ നമ്മൾ കാണണം. ഇതിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. ഇതിന് സാമൂഹിക പരിഹാരം നിർദ്ദേശിക്കാൻ നമ്മക്കേ പറ്റൂ. നിയമപുസ്തകങ്ങളിൽ എഴുതണോനും അവിടെ എഴുതി കുത്തിറക്കും. നിയമപുസ്തകങ്ങളിൽ എഴുതണോനും പോലീസൊക്കെ എഴുതി കുത്തിറക്കും. ഒരു ഇഷ്യൂ വരുമ്പോ ഒരാള് തല പൊട്ടി മരിച്ചു, എന്നാ പിന്നെ ഹെൽമെറ്റ് എല്ലാരും. ഒരു നിയമം ഭയങ്കര സജീവായിട്ട് അല്ലേ? ഒരുത്തനെങ്ങനെ വീഡിയോ അലിച്ചേണ്ട അതവിടെ നിലത്തിട്ടപ്പോ കത്തിപ്പടർന്ന ഒരു ബിൽഡിംഗ് കത്തി, എന്നാ ഇനി പൊതുസ്ഥലത്ത് വീഡിയോ അലിക്കരുത്. എത്ര ദിവസം ഉണ്ടാവും? അത്രേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഹൃദയത്തിൽ നിയമപാലകൻ എണീറ്റ് നിൽക്കണം. ഹൃദയത്തിൽ ഓരോന്നിലുമുള്ള നിയമപാലകൻ എണീറ്റ് നിൽക്കണം. അതിന് ധാർമ്മിക ബോധവൽക്കരണം ആവശ്യമാണ് സുഹൃത്തുക്കളെ. 7ാമത്തെ കാര്യം, കൈ പിടിക്കാനും മാതൃകയാകാനും ഞമ്മക്ക് പറ്റണം. ടി വി ഒന്നും കാണരുത്. നമ്മള് റിമോട്ട് ഇങ്ങനെ പിടിച്ചിട്ടാ പറയണത്. റിമോട്ട് എനിക്ക് ടി വി ആണല്ലോ പണി. അതുണ്ടായ മക്കളൊന്നാവില്ല. വാപ്പ മാതൃകയാകണം. മോന് സുബൈക്ക് എണീക്കണമെങ്കിൽ വാപ്പ നേരത്തെ എണീക്കണം. മോനെ പോയി വിളിച്ചുണർത്തണം. മോനെ കൊട്ടണ്ടോടത്ത് കൊട്ടണം, അടിക്കണ്ടോടത്ത് അടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു രീതി ഉണ്ട്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. നമുക്ക് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു കുട്ടി നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ വലിയ പണി ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ് നമുക്ക് അൽഹംദുലില്ലാഹ് ഒരു പെട്ടെന്ന് തന്നെ ഒരു 6 മാസം കൊണ്ട് അല്ലെ, ഒരു 6ാമത്തെ മാസമൊക്കെ ആയി അങ്ങനെ ഉണ്ടായി നമുക്ക് കുട്ടിയൊക്കെ കിട്ടി അൽഹംദുലില്ലാഹ്. പക്ഷേ ഒരു മോനെ കിട്ടിയത് വളർത്തി വലുതാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇന്നമാ അംബാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളെ മക്കളും നിങ്ങളുടെ സമ്പാദ്യങ്ങൾക്ക് നാശാണെന്ന് പറഞ്ഞല്ലോ. ആ നാശത്തിലേക്ക് എത്താൻ കുറെ സാധ്യത ഉണ്ട്.
വളരെ വലിയ സാധ്യതകളുണ്ട്. ഒരു ഡ്രഗ് ഒറ്റവട്ടം ഉപയോഗിച്ച പിന്നോനെയൊന്നും പോരാൻ പറ്റില്ല. അങ്ങനത്തെ ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒറ്റവട്ടം ഉപയോഗിച്ചു പോയി ഇനി കഴിയൂല. നമ്മൾ വലിക്കണ വീഡിയോ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ അവിടെ വീട് കിട്ടൂല ക്യാമ്പസിൽ. ഓന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഫുൾ ടൈം ഉള്ള ഒരു സാധനം, ഇജ്ജ് വെറുതെ ഒന്ന് ഉപയോഗിച്ചോ, ഇത്ര ഒരു നല്ല കുട്ടി. പെട്ടെന്നൊരു നൈമിഷിക നിമിഷം പൊളിച്ചിട്ട് മിഠായി ഇടണമാര് വായിലേക്ക് കിട്ടും. പിന്നെ ഇവനെ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കണോനായി മാറും. അല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ ധാർമ്മികമായ ബോധവൽക്കരണം ഇതിൽ ഏറ്റവും പ്രധാനമാണ്. ഇതില് നമ്മളെ വീട്ടിലെ TV ഒരു പ്രശ്നമാണ്. ധാർമ്മിക രംഗത്തെ ചർച്ച നടക്കുന്നിടത്തൊക്കെ നമ്മൾ പറയുകയും എന്നാൽ പറയുന്നത് പോലെ കേട്ടുപോകുന്ന ഒരു സാധനമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആന്റി TV ഓർഗനൈസേഷൻ വന്നിട്ടുണ്ട്. TVക്കെതിരെ സംഘടന. അവരുടെ ലോഞ്ചിങ്, അവരുടെ സംഘടന ലോഞ്ച് ചെയ്തത് എങ്ങനെ അറിയോ? വലിയ 100 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അമേരിക്കയിലെ ദേശീയ പാതകളിലേക്ക് TV വലിച്ചെറിഞ്ഞിട്ട് അതാണ് സാധനം, ഇത് നശിപ്പിക്കും, ഇല്ലാതെയാക്കും. അതുകൊണ്ട് ആ കറുത്ത വയറാണ് മുറിച്ചു മാറ്റിയിട്ട് നമ്മളെ DVD പ്ലെയറും TV അവിടെ ഇരുന്നോട്ടെ, മറ്റേ കണക്ഷൻ മുറിച്ചളി. അതിപ്പോ വാർത്ത കാണണമെങ്കിലൊക്കെ ആയിക്കോട്ടെ, നിങ്ങള് ഭയങ്കര വാർത്ത കാണൽ തന്നെയാണ് അതിൽ, അല്ലേ? ഇവിടെ ഭാര്യ ഒന്നും ഉണ്ടാവില്ല. ആരും പിന്നെ വീട്ടില് ഭാര്യ മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഉണ്ടാവും TV. എന്തിനാ? വാർത്ത കാണാനാണ്. വാർത്ത മാത്രം നമ്മളെ പെണ്ണുങ്ങൾ കാണൂല. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എന്താ? അത് ഭയങ്കര അമേരിക്കന്റെ പ്രസിഡന്റ് ഒബാമയും ബാക്കിയുള്ളവരൊക്കെ അവിടെ ഭയങ്കര ചർച്ച നടത്തി എന്നുള്ളത് മത്തി ഒരുക്കണേന്റെ ഇടയിൽ ഇവിടെ വന്ന് കണ്ടിട്ടില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ആവശ്യമാണ്, സംഗതി നടന്നോട്ടെ. പക്ഷേ നമുക്ക് നമ്മളെ കുട്ടികളെ കിട്ടൂല, ഉറപ്പാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് വളരെ സീരിയസ് ആയി ഈ വിഷയത്തെ കാണാൻ നമുക്ക് കഴിയണം. TV വേണ്ടാന്ന് എനിക്ക് അഭിപ്രായമല്ല. TVന്റെ റിമോട്ടർ നമ്മളെ കയ്യിലാകണം, അല്ലേ? TVയുടെ റിമോട്ട് കൺട്രോളർ നമ്മുടെ കയ്യിലാകണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പോക്കറ്റിൽ വെച്ച് പോകാന്നല്ല. അത് അങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് പബ്ലിക് പൊതുസ്ഥലത്ത് വെക്കുക. TV കാണാനുള്ള ഒരു സമയം നിശ്ചയിക്കുക, ആ സമയത്ത് കാണുക. ഇങ്ങനെയുള്ള കുറെ ഗൈഡ് ലൈൻസ് അതിലുണ്ട്. അത് പാലിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണമെന്നാണ് ഈ സമയത്ത് എനിക്ക് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഈ ഒരു കാര്യവും നമ്മുടെ ശ്രദ്ധയിലുണ്ടാകുക. 8ാമത്തത്, തിരുത്തുകൾ മാതൃകാപരമാകുക. നമ്മളെ ജ്യേഷ്ഠനോ അനിയനോ ആരോ ഒരാള് 20 25 വയസ്സുള്ള ഒരാൾ കള്ളുടിച്ചു നമ്മൾ അറിഞ്ഞു. അത് തിരുത്തണിനൊരു രീതി ഉണ്ട്. ഒരാളെടുത്ത് ഒരു കുട്ടിനെയും കൊണ്ടൊരു ഉമ്മ വന്ന് എന്നിട്ട് പറഞ്ഞു, നോക്കി മൗലവി, ഇതാ കള്ളുടിച്ചാണ്ടാണ് ഈ വന്നത്, വേഗത ഇവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നന്നാക്കാൻ പറ്റുമെങ്കിൽ. എന്നിട്ട് പിന്നെ ഒരു മലപ്പുറം സ്ത്രീന്റെ തൊള്ളയിൽ നിന്ന് വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ആ ഡിക്ഷണറിയിൽ, പണ്ടാറം, കരുമജ്ജത്ത്, ഇങ്ങനെ കുറെ സാധനമുണ്ട്. ഒക്കെ കൂടെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്, ഭയങ്കര ഉഷാറായി. കുട്ടിനെയും കൊണ്ട് മൂപ്പരിങ്ങനെ ഇരുന്നപ്പോ കുട്ടി ഇങ്ങനെ ചർച്ച നിൽക്കുക. അവൻ പറഞ്ഞു, ഞാൻ തിരുത്തൂല, ഞാൻ ഇനിയും കുടിക്കും. കള്ളുടിക്കണ്ടെന്ന് പറയാനാ നിങ്ങൾ ഞാൻ കള്ളുടിക്കണ്ടെന്ന് പറയാനാ? ഞാൻ കുടിക്കും. അപ്പോ ഈ പറഞ്ഞു കൊടുക്കുന്ന ആള് പറഞ്ഞു, കുടിക്കണം, നിർബന്ധമായിട്ടും കുടിക്കണം. കുടിച്ചിട്ട് ഫുട്പാത്തിൽ ഇങ്ങനെ കിടക്കണം. എന്നിട്ട് വല്ല ലോറിയും ഒന്ന് കയറിയിട്ട് തലയൊക്കെ പൊട്ടിയിട്ട് അതിന് ഇങ്ങനെ മറ്റേ തലച്ചോറൊക്കെ വന്നിട്ട് കുടലൊക്കെ പുറത്തിയാടിയിട്ട് ഇതാണ് പറയാൻ തുടങ്ങിയോട് ഞാൻ കുടിക്കണില്ല അറിഞ്ഞേ. എന്നിട്ട് ഓന്റെ ഉമ്മാനെ നല്ലോണ്ട് ചീത്ത അറിഞ്ഞു പറയും. അപ്പം പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കും ഉമ്മാക്ക്. അപ്പൊ എന്താ കാരണം എന്നറിയോ? ഉമ്മ അവനെ തിരുത്തിയത് എങ്ങനെ അറിയോ? ഓൻ പറയണേ, എനിക്കുള്ള സങ്കടം എന്നറിയോ, ഞാന് 8ാം ക്ലാസ് മുതലേ എന്റെ അടുത്ത് ഇരിക്കണത് എന്നെ 2 ആളാ. 2 കുട്ടികളുടെ പേര് പറഞ്ഞിട്ട്, ജോഗ്രഫിന്റെ ടീച്ചർ ക്ലാസ്സിൽ വരുന്നന്നൊക്കെ, ജോഗ്രഫിന്റെ പീരീഡിൽ അന്നൊക്കെ ഒരു യങ് ഏജിലുള്ള സ്ത്രീയാണ്. അവര് വരുന്നന്നൊക്കെ അവൻ കള്ളുടിക്കും. ഇവർ 2 ആളും കള്ളുടിക്കും. ഓലെ 2 ആളെ ഇടയിലിരുന്നിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. 9, 10 ഒന്നിച്ചാണ്. ടൂറ് പോയപ്പോ എല്ലാരും കുടിച്ചു. പോന്നപ്പോഴും സാറന്മാരെ കാണാതെ പോലെ ഒപ്പിച്ചൊക്കെ എല്ലാരും കുടിച്ചു. പോന്നപ്പോഴും കുടിച്ചു, ഞാൻ മാത്രം ബാക്കിയാ. ഇജറ്റക്ക് ബാക്കിയാണ്ടറിഞ്ഞിട്ട് എന്നെ മലർത്തി കിടത്തിയിട്ട് വായിലേക്ക് ഒഴിക്കണത് പോലെ ചെയ്തിട്ട് എല്ലാരും കൂടി പ്രചരിപ്പിച്ചു. അവന്റെ പേര് പറഞ്ഞിട്ടോ കള്ളുടിച്ചു. ഇതമ്മ അറിഞ്ഞിനെ, ഇക്കാക്കാനെ വിളിച്ച്, അമ്മായിനെ വിളിച്ച്, സർവാളിയും വിളിച്ച്, നീ ഞാൻ കുടിക്കാതിരുന്നിട്ട് എന്താ കാര്യം? ഇങ്ങനെ തിരുത്തണ്ടേ തന്നെ? മാതൃകാപരമായ തിരുത്താവശ്യമാണ് സുഹൃത്തെ. അതെങ്ങനെ അറിയും? അവന്റെ തോളിൽ കൈയിട്ട് അവന്റെ ചെവിക്കുന്നിക്ക് പിടിച്ച് നസീഹത്ത് എന്ന് പറയുന്ന സാധനെ അങ്ങാടിന്ന് പ്രസംഗിക്കലല്ല. നസീഹത്ത് അറിയല്ലോ, ഏത് രംഗത്തുള്ള നസീഹത്ത് ആയിക്കോട്ടെ. നസീഹത്ത് എന്ന് പറയുന്നത് അങ്ങാടിന്ന് മറ്റോൻ എങ്ങനെയാണെന്ന് പറയലല്ല, വേറെ 4 ആളോട് പറയലല്ല. എനിക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറയലാണ്, എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയലാണ്. അതാണ് നസീഹത്ത് എന്ന് പറയുന്നത്, അല്ലേ? ആദ്യം തന്നെ ഫേസ്ബുക്കിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്ന നല്ല നസീഹത്ത് എന്ന് പറയാം. നേരെ മറിച്ച് ചെവിക്കുന്നിക്ക് പിടിച്ച് ചുണ്ടിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, അത് ശരിയല്ല, അയാളെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തിരുത്തുകൾ പലപ്പോഴും മാതൃകാപരമല്ല സമൂഹത്തിന്റെ. ഒരാൾ കുടിയനാണെങ്കിൽ അവൻ കുടിയൻ തന്നെ.
ഫുട്പാത്തിൽ കിടക്കുന്ന അയാൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ അയാളുടെ കാലിന് ചവിട്ടിയാണ് പോകുമ്പോഴും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷെ റിലേറ്റീവ് ആണെങ്കിൽ അയാളെ കാണുന്ന കാഴ്ചയിൽ നമ്മുടെ മനസ്സോട് പറയും, എടാ എന്റെ മോളെ, ഓളെ കല്യാണം എത്ര വട്ടം മുടങ്ങിയ എന്റെ കാരണം കൊണ്ടാണ് എനിക്കറിയോ. 4 വയസ്സായ നിന്റെ മോള് ഇപ്പൊ സ്കൂൾക്ക് പോണില്ല, കള്ളുടേന്റെ മോളാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ കീറിയ കുപ്പായമിട്ട് എന്നും ഒരൊറ്റ കുപ്പായത്തിൽ പോകുന്ന നിന്റെ മോള് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ അടുത്ത ബന്ധുവാണെങ്കിൽ ചിലപ്പോ നമുക്ക് തോന്നും കള്ളുടിക്കണോനെ, അല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ അറിയുക, തിരുത്തുകൾ മാതൃകാപരമാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. അത് എന്താ ഓരോ പ്രായത്തിലും. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത്, അയാളെ മോനിങ്ങനെ കണ്ടതൊക്കെ ചെയ്യും. MSM ബട്ടർഫ്ലൈ എന്നുള്ള പേരിലുള്ള ഒരു പ്രോഗ്രാം നടത്താറുണ്ട്. 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്താറുണ്ട്. ഓല ഭാഷയിൽ ഓലോട് വർത്താനം പറഞ്ഞ് ഇങ്ങനെയുള്ള 2-3 ദിവസത്തെ ക്യാമ്പ്. അപ്പോ ആ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി പറഞ്ഞത്, അയാളുടെ മോനെ കണ്ടതൊക്കെ ചെയ്യും, അത് വേണം പക്ഷേ ഇത് വേണം പക്ഷേ കാര്യം. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ ഈ തമിഴ് സ്ത്രീകൾ അവരെ കുട്ടികൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോ അവൻ ചോദിച്ചു, എന്താണ് പക്ഷേ അത്? അപ്പൊ ചാൻസ് അയാൾ ഉപയോഗിച്ചു, ഇങ്ങനെയൊക്കെയാണ്. രാവിലെ മുതൽ അതിന്റെ അമ്മ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ചോദിക്കും എല്ലാവരോടും, കുറെ ആൾ കൊടുക്കും, കുറെ ആൾ കൊടുക്കൂല, അങ്ങനെയൊക്കെ ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ ആവും ഇങ്ങനെ പറഞ്ഞെടുത്തിട്ട് പറഞ്ഞേ, അതിന് കളിപ്പാട്ടൊന്നുമില്ല. കളിപ്പാട്ടില്ല? അവന് ഭയങ്കര അത്ഭുത. കളിപ്പാട്ടില്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. കളിക്കാൻ സ്ഥലമൊന്നുമില്ല. അവര് വീട് ഇവിടെ തന്നെയാണ്. എന്നിട്ട് അയാൾ ചോദിച്ചു, മോനോ കളിപ്പാട്ടം കാണുമ്പോഴൊക്കെ അവള് കരയാൻ തുടങ്ങിയ അതിന്റെ അമ്മച്ചി എന്താ കാട്ടുക? അതല്ല പക്ഷേ ശരിയല്ല പക്ഷേ അയാൾ പറയാം, പിന്നെ എന്റെ മോൻ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം തിരുത്തുകൾക്കൊരു രീതി ഉണ്ട്. ഇതേപോലെ തന്നെ കുട്ടികൾ അല്പം എന്താ വെച്ചാല് വലിയോര് പറയേണ്ടതിലേറെ വലിയ വാചകം പറയും, മഹാമോശം വർത്താനങ്ങൾ പറയും. ആൾക്കാരുടെ ഇടയിലൊക്കെ ഡിസ്കഷൻ ഉണ്ടാകും, അവന്റെ മോൻ എങ്ങനെ പറയുന്ന ആളാണ്, കുറച്ച് കൂടുതലാണ്, ഓന്റെ ശൈലി തന്നെയാണ്, അല്ലേ? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ മോനെ വേറെ പലയിടത്തും ഇടപെടാനുള്ളവനാണ്. ഓൻ എല്ലാവരും വെറുക്കും. നമ്മുടെ മോളെ വേറൊരുത്തന്റെ ബെഡിൽ കിടക്കാനുള്ളതാണ്. ചെറുപ്പത്തിൽ ശീലിച്ചതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രായത്തിന്റെ അപ്പുറത്തുള്ള വർത്താനം നല്ലതാണെങ്കിലൊക്കെ, ആളുകളെ അനാദരിക്കുന്ന അപമാനിക്കുന്ന വർത്താനം ഉണ്ടെങ്കിൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യല്ല വേണ്ടത്. അതൊക്കെ തിരുത്തേണ്ടടുത്ത് തിരുത്തണം. അത് വടിയെടുത്ത് അടിക്കലല്ല. ഏറ്റവും നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ച് മുടികളിലൂടെ വിരലുകൾ പായിച്ച് നമ്മൾ പറഞ്ഞ നമ്മളെ കുട്ടികൾ തിരുത്തും. അതിന് പോലീസ് മുറയല്ല വേണ്ടത്. അത് ഏത് തലത്തിലുള്ളവരാണെങ്കിലും ആ മാതൃകാപരമായ തിരുത്തലുകൾ വേണമെന്നാണ് പറയുന്നത്. 9ാമത്തെ കാര്യം എന്താ അറിയോ? തുടർ പഠന സംരംഭങ്ങൾ നമ്മൾ സജ്ജീകരിക്കണം. ഇൻസൈറ്റ് ഉണ്ടാക്കിയ വ്യത്യാസം എന്താന്ന് വെച്ചാല്, പള്ളിയിലും മദ്രസയിലൊന്നും QHLS നടക്കൂല, അപ്പൊ ഇന്ന വീടിന്റെ മുറ്റത്ത് QHLS തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർ പഠന സംവിധാനങ്ങളാണ് സുഹൃത്തുക്കളെ ഇതിന് ഏറ്റവും വലിയ പരിഹാരം. സിയാരികളാണ് ഇതിന് ഏറ്റവും വലിയ പരിഹാരം. എനിക്കറിയാം, ഒരു പയ്യൻ ഒരു സിയാരി ക്ലാസ്സിന് വന്നപ്പോ പറഞ്ഞു, നിങ്ങൾ സിയാരിക്കാണ് വരണ്ടേ. അന്തേ? അപ്പൊ അവനൊരു ഫോൺ എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു, കുറെ ഫോട്ടോസ്. ഒരു മുട്ട, അവന്റെ തലമ പച്ചയും മഞ്ഞയും ഒക്കെ കൂടെ ആകെ കളർ കൊടുത്തിട്ടുണ്ട്. 3 ആള് ബൈക്ക് ഓടിക്കുക, ബാക്കിൽ 3 ആളും കൂടിയാണ് ഈ ബൈക്ക് ഓടിക്കുന്നത്, ബാക്കിലുള്ളവൻ ഹാൻഡിൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറെ വീഡിയോസ്. എനിക്ക് മനസ്സിലായില്ലെന്ന്. അപ്പൊ അവന്റെ കമന്റ് എന്താ അറിയോ? അത് ഞാനാണ്. എന്നിട്ട് ഈ ഞാനല്ലേ, ഈ ഞാനായത് സിയാറിയുണ്ടാ, അതുകൊണ്ട് നിങ്ങൾ സിയാരിക്ക വരണ്ടേ. വലിയ ആളുകളെ, ഒരുപാട് ആളുകളെ കിട്ടുന്നിടത്ത് ക്ലാസ് എടുക്കാനല്ല പോണ്ടേ. നിങ്ങൾ സിയാരിക്ക വരണം, നിങ്ങൾ സിയാരി വിളിച്ചാൽ വരണം കേട്ടോ, ഭയങ്കര ഗൗരവത്തില്. സുഹൃത്തുക്കളെ, ഇതൊരു സത്യമാണ്. ഇളയമ്മയും മൂത്തമ്മയും അമ്മായിയും ഒക്കെ പോയി ഇരിക്കട്ടെ. ഇരിക്കുമ്പോഴാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിലെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് നമ്മളെ വീട്ടിലെ പ്രശ്നം പറയേണ്ടത്. ഭാര്യന്റെ സൈഡ് പറയണ, അമ്മായിമാന്റെ സൈഡ് പറയണ, ഞാൻ എന്താ കാട്ടുകയെന്ന് നമ്മൾ QHLS എടുക്കണേ ഉസ്താദിനോട് പോയിട്ട് പറയണം. അപ്പൊ മൂപ്പര് അന്നത്തെ ക്ലാസ്സിൽ 1.5 മിനിറ്റ് എന്താ അറിയോ, നിങ്ങളെ മോനെ ക്ലാസിന്റെ മുറ്റത്ത്, വീടിന്റെ മുറ്റത്ത് പന്ത് തട്ടി കളിച്ചപ്പോ നിങ്ങൾക്കുണ്ടായ സന്തോഷല്ലേ, നിങ്ങൾ അവനെങ്ങനെ കാലിൽ കിടത്തി എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു കൊടുത്ത്, അല്ലെ, അവൻ കരയുമ്പോ അവന്റെ പിന്നെ തോളിലേക്ക് ഇട്ട് തുടച്ചു കൊടുത്ത്, ട്രൗസറൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ടെടുത്ത് കൊണ്ടിടുന്ന അന്നത്തെ സന്തോഷല്ലേ, അതേ സന്തോഷം നിങ്ങളുടെ മകനും അയാളുടെ ഭാര്യയും മാളികപ്പുറത്തിരുന്ന് സന്തോഷം പങ്കിടുമ്പോൾ ഉണ്ടാകണം. മാളികപ്പുറത്തിരുന്ന് സന്തോഷം പങ്കിടുമ്പോൾ ഉണ്ടാകണം. ഓല പൊട്ടിച്ചിരി കേൾക്കുമ്പോ ഉണ്ടാകണം. അല്ലാതെ മരുമോളും മോനും സന്തോഷിക്കുന്ന കാണുമ്പോ ഇടങ്ങാറല്ല ഉണ്ടാണ്ട്. പിന്നെ നിങ്ങളെ അടക്ക പിന്നെ
പിന്നെ പൊറുക്കലും തേങ്ങാക്കലും ഒന്നും കഴിഞ്ഞിട്ട് ഓൽക്ക് ഊട്ടിക്ക് ടൂറിനൊന്നും കഴിയില്ല. ഓല് പൊയ്ക്കോട്ടെ, ഓലെ പ്രായപ്പെടാതല്ല. നിങ്ങളെ പ്രായത്തിൽ ഓല് ഷുഗറും പ്രഷറൊക്കെ കൂടെ വന്ന് ശരീരം അളക്കാൻ പറ്റാതെ മറ്റേ എന്താ പറയാ അറ്റാക്കിന്റെ ഗുളിക കുടിക്കുന്ന പ്രായത്തിൽ ഓല് ഊട്ടിക്ക് ടൂർ പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതോടെ ഒരു പ്രശ്നം തീർന്നു. അതുകൊണ്ട് QHLS 5 ആളാണെങ്കിൽ നമ്മൾ നടത്തണം. അത് ഇൻസൈറ്റിന്റെ തീരുമാനമാണ്. സമൂഹത്തോട് ഇൻസൈറ്റ് എക്സിബിഷന് ധാർമ്മിക പ്രതിസന്ധികളുടെ പരിഹാരമായി പറയാനുള്ള കാര്യം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളാണ്, വിജ്ഞാനവേദിയാണ്, അതേപോലെ തന്നെ CRE ആണ്. അതേപോലെ ഇതാ എന്റെ സുഹൃത്ത് മലപ്പുറം പിന്നെ ഈ വെസ്റ്റ് ജില്ലയുടെ സെക്രട്ടറി അബ്ദുൽ ഖാലിക്ക് ജാലകത്തിന്റെ കടലാസ് അവിടെ കൊണ്ടുവന്നു. ജാലകം ഇൻഷാ അല്ലാഹ് മെയ് 7, 8, 9 നടക്കാനിരിക്കുകയാണ്. നമ്മളെ കുട്ടികളെ നമ്മൾ അതിൽ പങ്കെടുപ്പിക്കണം. ചെറിയൊരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. വിഷൻ ക്യാമ്പ്, MSMന്റെ വിഷൻ ക്യാമ്പ് +2 കഴിഞ്ഞ ബോയ്സിനും ഗേൾസിനും, +2 കഴിഞ്ഞ ബോയ്സിനും ഗേൾസിനും, SSLC കഴിഞ്ഞ ഗേൾസിനും വേറെ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. ചെറിയ ഫീസ് അതിനൊക്കെ ഉണ്ടാവും. ആ ഫീസ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തി പിന്നെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നമ്മൾ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണം. ആ നിലയ്ക്ക് തുടർ പഠന സംരംഭങ്ങൾ, ഇതിനൊക്കെയുള്ള പ്രശ്നം തരും. ഇതിന്റെ ചെങ്കോലാരാ പിടിക്കുക എന്നുള്ള വിഷയം. അതിന് അധ്യാപകനെ സംഘടിപ്പിക്കലും QHLSന്റെ ഹോള് തുറക്കലും, അല്ലെങ്കിൽ ഹോളിഞ്ഞില്ലെങ്കിൽ അതോടെ ഹോളക്കട ഒഴിഞ്ഞു കിടക്കുകയാണ്. ദൈവത്തിന് വേണ്ടി 25 ലക്ഷം മുടക്കിണ്ടാക്കിയ പള്ളിയോടെ കിടക്കുകയാണ്. ഇപ്പുറത്ത് വീട്ടിന്റെ മുറ്റത്ത് സംഗതി ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലെ? ആ മുറ്റത്ത് ചെയർ വിരിക്കലും, എല്ലാരെയും ഒരു ഗ്രൂപ്പ് അവിടെ പങ്കെടുക്കണ മുഴുവൻ ആൾക്കാരെയും കൂടി ഫോൺ നമ്പർ ഒരു ഗ്രൂപ്പിലാക്കിയിട്ട് ടുഡേ അവർ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ at 7 PM എന്ന് അയക്കാൻ ഒരാള് വേണം. ആ ആള് ഇവിടുന്ന് ഉണ്ടാകുമോ എന്ന് എല്ലാ ശാഖയിലും ഇത് നടക്കും. അതുകൊണ്ട് ഗൗരവത്തോടെ കാണുക. 10ാമത്തത് എന്താണ്? 10ാമത്തത് നമ്മുടെ മനസ്സാണ് പ്രശ്നത്തിന്റെ കേന്ദ്രമെങ്കിൽ, ദിക്റാണ് അതിന്റെ പരിഹാരമെങ്കിൽ, സുഹൃത്തുക്കളെ ഖുർആനിനോടുള്ള സമീപനം പുതുക്കലാണ് അതിന്റെ വഴിയെങ്കിൽ, അതിലൂടെ മരണചിന്ത സൃഷ്ടിക്കലാണ് നമ്മൾ നേടേണ്ടതെങ്കിൽ, അതിലൂടെ സൃഷ്ടിക്കപ്പെട്ട ചിന്തയിലേക്ക് യുവത്വത്തിന്റെ ഊർജത്തെ ക്രമീകരിക്കലാണ് നടക്കേണ്ടതെങ്കിൽ, ആ ഊർജത്തെ ക്രമീകരിക്കുന്നിടത്ത് വിജ്ഞാന വർധനവുകളിലൂടെ അതിനെ ശക്തിപ്പെടുത്തലാണ് ആവശ്യമെങ്കിൽ, ഈ ആവശ്യവുമായി പോകുന്നിടത്ത് പുതിയ തലമുറയെ കൈപ്പിടിച്ച് മാതൃക കാണിക്കലാണ് ഉണ്ടാകേണ്ടതെങ്കിൽ, തിരുത്തുകൾ മാതൃകാപരമാകണമെങ്കിൽ, തുടർ പഠന സംരംഭങ്ങൾ അതിനുപയോഗിക്കണമെങ്കിൽ, ഇതൊക്കെ നടക്കണമെങ്കിൽ വേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് എനിക്ക് 10ാമത് പറയാനുള്ള നിർദ്ദേശം. പ്രമാണങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് ശരിയാകണം. അള്ളാഹ് ഇറക്കിയതാണ് ഖുർആൻ എന്ന് മനസ്സിലാകണം. അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ട്, അത് അള്ളാന്റെ അടുത്ത് നിന്ന് വന്നതാണ് നമുക്ക് ബോധ്യപ്പെടണം. വിശ്വസിച്ച പോരാ, അഡ്ജസ്റ്റ്മെന്റ് വിശ്വസിച്ച ബോധ്യപ്പെട്ട പിന്നെ അങ്ങനെ നിൽക്കേണ്ടടുത്ത് നിൽക്കും, അനങ്ങേണ്ടടുത്ത് അനങ്ങും, ചെയ്യേണ്ടതേ ചെയ്യൂ, പ്രവർത്തിക്കേണ്ടതേ പ്രവർത്തിക്കൂ. അതുകൊണ്ട് ഉജ്ജ്വലമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ദഅവ മുടക്കാനല്ല, ദഅവ നടത്താനാണ് നമ്മുടെ അധ്വാനം. ദഅവ മുടക്കാനല്ല, ദഅവ നടത്താനാണ് നമ്മുടെ ഊർജം. ദഅവ മുടക്കാനല്ല, ദഅവ നടത്താനാണ് നമ്മുടെ ഹൃദയം സ്പന്ദിക്കേണ്ടത്. ദഅവ മുടക്കാനല്ല, ദഅവ നടക്കാനാണ് നമ്മുടെ പണം ചെലവഴിക്കേണ്ടത്. ദഅവ മുടക്കാനല്ല, പ്രബോധനം നടക്കാനാണ് നമ്മുടെ ആരോഗ്യം സമയം ഒക്കെ ചെലവഴിക്കേണ്ടത്. ദഅവ നടക്കാനാണ് പോലീസ് സ്റ്റേഷനുകളിൽ കയറേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു ഈ ദീനിനെയും ഈ ദഅവത്തിനെയും ഉജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഹൃദയം അതിന്റെ ചലനം നിർത്തുന്ന, ശ്വാസോച്ഛ്വാസം നിലക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് വീട്ടിൽ നമ്മളെ കിടത്തുന്ന ഒരിടം ഏതായിരിക്കുമെന്ന് ഓർക്കുക. അങ്ങനെ വട്ടം ചുറ്റി പലരും കറങ്ങി മാവിന്റെ ചോട്ടിൽ പോയി, പ്ലാവിന്റെ ചോട്ടിൽ പോയി നമ്മളെ പറ്റി പലതും പറയും. നമ്മളെ ശരിച്ചു കിടത്തി മുകളിൽ കല്ലുവെച്ച് ആളുകൾ തിരിച്ചു വരുന്നതോടുകൂടെ ആരംഭിക്കുന്ന ജീവിതം ലക്ഷ്യം വെച്ചാണ് അധ്വാനം. അതുകൊണ്ട് മഹാത്ഭുതം ഖുർആൻ എന്നത് ബാനറിൽ പോരാ, നമ്മൾ കൊടുത്ത ലഘുലേഖയിൽ പോരാ, അത് ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് പണ്ടായിട്ടുണ്ടാകും. എന്താ ലിസ്റ്റിലുണ്ടാകാരോ? ഞാൻ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കേണ്ട ബന്ധുക്കൾ ഇവരൊക്കെയാണ്. മറ്റേ ഇവിടെ പാണ്ടിക്കാടുള്ള ഓണം എന്തായാലും ഇവിടെ കൊണ്ടുവരണം. പിന്നെ ഞാൻ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കേണ്ട അമുസ്ലിം സുഹൃത്തുക്കൾ ഇവരൊക്കെയാണ് എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനൊരു വണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടില്ലെങ്കിൽ, ആ വണ്ടിന്റെ പൈസ കടം വാങ്ങിയിട്ടാണെങ്കിലും സമ്പാദിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം മഹാത്ഭുതം ഖുർആൻ എവിടെ സ്റ്റേജിലുണ്ട്, പേജിലുണ്ട്, ലഘുലേഖയിലുണ്ട്, CD-യിലുണ്ട്, ഫ്ലെക്സിലുണ്ട്. അത് കൊടുത്ത നമ്മുടെ ഹൃദയത്തിലില്ല എന്നറിയുക. പിത്താളിന്റെ ഖുർആൻ പരിഭാഷ അദ്ദേഹം എഴുതാൻ ഒരു കാരണമുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫ്ളാറ്റിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ജനലിലൂടെ നോക്കിയപ്പോ ഒരു ഭൃത്യനെ യജമാനൻ തല്ലുന്നത് കണ്ടു. സ്റ്റെയർ കേസ് ഓടിയിറങ്ങി രണ്ടാളി മാറ്റി നിർത്തിയതിന്റെ ശേഷം തല്ലുകൊണ്ടവനോട് അദ്ദേഹം ആദ്യം ചോദിച്ചത്, എന്തടോ അനക്കൊന്നു കൊടുത്തൂടെ തിരിച്ച്?
അയാൾ പറഞ്ഞു, ഞാൻ എന്റെ പ്രവാചകനെ ഓർത്തു. പിക്താള് പറയണേ, ഞാൻ ആലോചിച്ചു, അയാളെ ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, അയാളെ നെറ്റി പൊട്ടിയിട്ടുണ്ട്, വയറ്റത്ത് ചവിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കിട്ടുമ്പോഴും കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടി ചുണ്ട് കടിച്ചു പിടിച്ച് കണ്ണീർ വാർത്തിത് സഹിച്ചു നിന്ന മനുഷ്യനെ ഇങ്ങനെ നിർത്തിയ പ്രവാചകൻ ആരാണ്? ഞാൻ ആലോചിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു എന്റെ അടുത്ത്, എന്റെ റസൂലുള്ളാന്റെ അടുത്തൊരു ഒരു ക്രിസ്തീയ പണ്ഡിതൻ വന്നു. അയാളെ വേദഗ്രന്ഥത്തിൽ ഒരു പരാമർശം പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്. പ്രവാചകൻ അവിവേകികളോട് വിവേകത്തോടുകൂടെ പെരുമാറുന്നവനാണ് എന്ന പ്രയോഗം മുഹമ്മദിൽ പുലരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. വന്ന് നോക്കിയപ്പോ പ്രവാചകന്റെ അടുത്ത് ഒരുപാട് ഗുണങ്ങൾ കാണുന്നുണ്ട്. ഇതുണ്ടോ നോക്കാൻ വേണ്ടി കുറച്ച് ക്യാഷ് കൊടുത്തു. ആ ക്യാഷ് ഏൽപ്പിച്ച ആൾ പോയി. അതിന്റെ ഡേറ്റ് ആണ് ഇതിന് മുമ്പ് അത് തിരിച്ചു ചോദിച്ചു. അയാൾ പ്രകോപിതനായി. നബി മിണ്ടാതിരുന്നു. ഉമർ റളിയല്ലാഹു ഇടപെട്ടു. ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. പ്രവാചകന്റെ വിരൽ ചുണ്ടത്തേക്ക് ചെന്നു. ഉമർ ഇരിക്ക്. അയാൾക്ക് ക്യാഷ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ തെറ്റ്. ഇനി അയാളെ തല്ലിയാൽ രണ്ടാമത്തെ തെറ്റ്. അരുത് എന്നെന്റെ നബി പറഞ്ഞത് ഞാൻ ഓർത്തു. യജമാനന് ക്യാഷ് കൊടുക്കണ്ടായിരുന്നു. കൊടുക്കാൻ പറ്റിയില്ല സർ, എനിക്ക് അത് കൊടുക്കാത്തതൊരു തെറ്റ്. ഇനി അതിന്റെ പേരിൽ എന്റെ യജമാനന് ഞാൻ തല്ലിയാലോ, അത് രണ്ടാമത്തെ തെറ്റ് അല്ലേ? പിക്താൾ പറയണേ, ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ നേരെ സ്റ്റെയർ കേസ് കയറി. ഞാൻ മുഹമ്മദ് എന്ന മഹാപ്രവാചകനെ കുറിച്ച് പഠിച്ചു. ആ ഗ്രന്ഥം വായിച്ചു. അതെനിക്ക് ജീവിതത്തിൽ പുതിയ അനുഭൂതികൾ തന്നു. ഞാൻ അതിന് ട്രാൻസ്ലേഷൻ എഴുതി. ഈ നിമിഷത്തിലും ലോകത്തിന്റെ മുമ്പിൽ ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. പിക്താളിന് പുണ്യം കിട്ടും മുമ്പ് പുണ്യം ലഭിക്കുന്ന വ്യക്തി അയാളെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ചുണ്ടിൽ പക്ഷേ രക്തം വാർന്ന ചുണ്ടുമായി പൊട്ടിയ നെറ്റിയുമായി അയാൾ ചരിത്രത്തിൽ ചിരിച്ചു നിൽക്കുന്നുണ്ട്. ഞാനാണ് ലോകത്തിന് ഖുർആൻ പരിഭാഷകനായി പിക്താളിനെ സൃഷ്ടിച്ചത് എന്ന് അയാൾ മൗനപൂർവ്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുപോലെ മിന്നിത്തിളങ്ങുന്ന സ്റ്റേജുകളിൽ ഫ്ലാഷ് ലൈറ്റുകൾ മിന്നുന്നിടത്ത് അയാൾ ഉണ്ടായിട്ടില്ല. അയാളെ പ്രശംസിക്കുന്ന പ്രശംസാവാചകങ്ങൾ കേൾക്കാൻ ഒരുപക്ഷെ അയാൾ ജീവിച്ചിരുന്നിട്ടില്ല. എന്നാലും നമുക്ക് ഖുർആനിന്റെ ഓരോ ജീവിക്കുന്ന പ്രതീകങ്ങളായി മാറാൻ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ കഴിയണം. അത് മാത്രമല്ല ദഅവത്ത്, പക്ഷെ അതും ദഅവയാണ്. നമ്മളെ കണ്ടും അറിഞ്ഞും പഠിച്ചും ആളുകൾ ഈ സത്യദീനിനെ ശ്രവിക്കുന്നിടത്തേക്ക് ശ്രദ്ധിക്കുന്നിടത്തേക്ക് എത്തണം. അവരിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ദാവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇൻസൈറ്റ് അവസാനിക്കാനുള്ളത്. അതിന്റെ മുമ്പ് നമ്മളെ കോളറിൽ പിടിക്കേണ്ട കുറെ ആൾക്കാരുണ്ട് പരലോകത്തുനിന്ന്. ഓലവിടെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോ മൊത്തം വന്ന അമുസ്ലിങ്ങളുടെ എണ്ണെടുക്കുമ്പോ ഈ എണ്ണെടുക്കണവന്റെ ചുണ്ടു വറക്കും, അവന്റെ ഹൃദയം പിടക്കും. എന്തറിയോ, അധ്വാനിച്ചിട്ടുണ്ട്, അതിന്റെ സന്തോഷം ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും തീരുമാനം എടുക്കണം. അങ്ങനെ പോയപ്പോ നമ്മുടെ ബഹുമാനരായ മുസ്ലിം സുഹൃത്തുക്കൾ പൊട്ടുതൊട്ടവരെ, കയ്യിൽ ചരട് കെട്ടിയവരെ കണ്ടപ്പോ എല്ലാവരും അങ്ങോട്ടും പറഞ്ഞു, അൽഹംദുലില്ലാഹ് കുറെ ആള് വന്നിട്ടുണ്ട്. പലരും നമ്മൾ വിളിച്ചിട്ട് വന്നാവില്ല, ഓരോരോ സ്വന്തം ഇൻട്രസ്റ്റിൽ വന്നതായിരിക്കും. നിങ്ങൾ ഫീഡ്ബാക്ക് എടുത്ത് വായിക്കും. ഇവിടെ അബ്ദുൽ ഖാലിഖ് റാഫിയും അതേപോലെ നബീൽക്ക് അടങ്ങുന്ന അയ്യൂബ് കെക്ക് അടങ്ങുന്ന നമ്മുടെ ആളുകൾ വായിക്കുന്നുണ്ട്. ഓരോ ദിവസവും വായിക്കുന്നുണ്ട്. അതിന്റെ പ്രതികരണങ്ങൾ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ. സ്വാഭാവികമായ ദാവാ സംരംഭം എന്നുള്ള നിലയ്ക്ക് ചിലതിൽ ഒരു വ്യക്തിയുടെ ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടാകും, പറയുന്നുണ്ട്. അതിന്റെയൊക്കെ 10 ഇരട്ടി ഉണ്ടാകും. എപ്പോ അറിയോ, നമുക്ക് ഫ്ലക്സിൽ നിന്ന് മഹാത്ഭുതം ഖുർആൻ എന്നത് ഹൃദയത്തിലേക്ക് എഴുതാം. എന്നിട്ട് നമ്മുടെ ദൗത്യം തുടരാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പ്രബോധനത്തിന്റെ സംഘശക്തിയെ അള്ളാഹു എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. വിശ്വാസരംഗത്തെ ചോദ്യം ചെയ്യലുകളിലൂടെയോ അതല്ലെങ്കിൽ ദാവാരംഗത്തെ തള്ളിപ്പുറത്താക്കലുകളിലൂടെയോ പ്രബോധന രംഗത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോയി കേവലം സ്വന്തം കുടുംബത്തിലും കച്ചവടത്തിലും എത്തിപ്പെടുന്ന ആളുകളാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ദാവാ കൂട്ടായ്മകൾ ആളുകളെ ശിർക്കിലേക്ക് നയിക്കാനും ആളുകളെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കാനുമാണെങ്കിൽ നാഥ, ഞങ്ങളുടെ ദാവാ കൂട്ടായ്മകളെ നീ തന്നെ പിരിച്ചുവിടണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ ശിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും ആളുകളെ ക്ഷണിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് നീ തിരിച്ചറിവിനെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ആരോപണങ്ങൾ ശരിയല്ലെങ്കിൽ ആളുകൾക്ക് നീ സൽബുദ്ധിയെയും വിനയത്തെയും അടക്കപ്പെടാത്ത തുറക്കപ്പെട്ട മനസ്സിനെയും നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.